യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാത് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ. ഹരിഃ ഹരിഃ ഹരിഃ. ഇന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് ഓംകാരം ജപിക്കണം. അതൊരു തപസ്സും അനുഷ്ഠാനമാണെന്ന് ഞാൻ വളരെ തവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അത് മനസ്സിൽ വയ്ക്കുക, കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കുക. എന്നിട്ട് കണ്ണടച്ച് മനസ്സും വായും ഒരുപോലെ തുറന്ന് നമ്മുടെ ഈ കൂട്ടധ്വനി ഭൂഗോളം മുഴുവനും വ്യാപിക്കണം, എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷവും തൃപ്തിയും ഉണ്ടാവണം എന്ന് കണക്കാക്കി നമുക്ക് ജപിക്കാം. ഒരു തപസ് ലോകത്തിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു സമർപ്പണമോ ഉപഹാരമോ സംഭാവനയോ ആണിത്. ഹരിഃ ഹരിഃ. ഓ തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന ഹൃഷ്യതി ന കുപ്യതി തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന ഹൃഷ്യതി ന കുപ്യതി. മുമ്പും ഞാൻ പറയുണ്ടായി എന്ത്, ഈ അഷ്ടാവക്ര സംഹിത അഥവാ അഷ്ടാവക്ര ഗീത
ആദ്യന്തം പ്രതിപാദിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെയും അതിലുള്ള ചേതനാമയമായ തലങ്ങളെയും കുറിച്ചാണ്. നമ്മുടെ വ്യക്തിത്വം അപഗ്രഥിച്ച് നോക്കിയാൽ അതൊരു സംഘാതമാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു കോമ്പസിറ്റ് ആണെന്ന് പറയും. ഒരു കോമ്പസിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഘടകങ്ങൾ ഉള്ളതിൽ അതിൽ പ്രധാനപ്പെട്ട നമുക്ക് നോക്കിയാൽ കാണുന്ന ഘടകമാണ് നമ്മുടെ ശരീരം. അത് നമ്മുടെ വ്യക്തിത്വത്തിൽ ബാഹ്യവും സ്ഥൂലവുമായിരിക്കുന്ന ഒരു കൗണ്ടർ പാർട്ടേ ആകുന്നുള്ളൂ. ഇത് നിങ്ങളൊന്ന് ഓർമ്മ വയ്ക്കുമോ? എന്താ വേണ്ടാതെ? നമ്മുടെ വ്യക്തിത്വത്തിൽ ബാഹ്യവും സ്ഥൂലവുമായിരിക്കുന്ന ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ നമ്മുടെ ഈ ശരീരം. ഈ ശരീരം മുഴുവനും ദ്രവ്യവും ഊർജവും ചേർന്നുണ്ടായതാണ്. നമ്മുടെ സൃഷ്ടിവിശേഷം മുഴുവനും ദ്രവ്യോർജ സംഘാതമാണ്. അതേ പാഞ്ചഭൗതിക സംഘാതമാണ് നമ്മുടെ ശരീരവും. അത് ജഡമാണെന്നുള്ളത് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. ജഡമായ ഒരു ഭാഗത്തിനോ ഒരു ഘടകത്തിനോ എങ്ങനെയാണ് സ്വയം പ്രവർത്തനക്ഷമത ഉണ്ടാവുക? അതിന് പ്രവർത്തനക്ഷമതയും ഉണ്ടാവില്ല, സംവേദനക്ഷമതയും ഉണ്ടാവില്ല. ഈ പുസ്തകത്തിന് ഞാൻ തൊട്ടാൽ ആ പുസ്തകത്തിന് അറിയോ തൊട്ടു എന്ന് എന്തെങ്കിലും തരത്തിൽ അത് നടിക്കോ? നടിക്കില്ലല്ലോ. പാറയോ ഭൂമിയെയോ തൊട്ടാലോ ജലത്തെ തൊട്ടാലോ വായുവിനെ തൊട്ടാലോ അഗ്നിയെ തന്നെ എന്തെങ്കിലും ഒരു ഇരുമ്പ് വടി എടുത്ത് ഇങ്ങനെ അതിൻ്റെ അടുത്ത് ചെന്നാൽ അഗ്നി പ്രതികരിക്കില്ലല്ലോ. അതുപോലെ തന്നെ ആകാശം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം നല്ലപോലെ. നമ്മുടെ വ്യക്തിത്വത്തിൽ ഈ ശരീരം എന്ന് പറയുന്നത് ജഡമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ജഡശരീരത്തെ ചേതനാമയമോ സംവേദനക്ഷമതയുള്ളതോ ആക്കി തീർക്കുന്നത് നമ്മുടെ ഉൾവ്യക്തിത്വമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ശരീരമല്ലെന്ന് മാത്രമല്ല, ശരീരം എങ്ങനെ ദ്രവ്യോർജ സംഘാതമോ അതുപോലെ അത് ദ്രവ്യവുമല്ല ഊർജവുമല്ല, അത് രണ്ടുമല്ലാത്ത ഒരു ഘടകമാണത്. അങ്ങനെ ദ്രവ്യോർജങ്ങളും അത് കൂടാത്ത ഒരു ചേതനാമയത്വമല്ലാതെ വേറെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. വാസ്തവത്തിൽ നാം ഈശ്വരൻ ദൈവം എന്നൊക്കെ പറയുന്നത് ഈ മൂന്നാമത്തെ ഘടകത്തെയാണ്. ദ്രവ്യവും ഊർജവുമല്ലാത്ത ഉണർവ് രൂപത്തിലുള്ളതായ ആ ഘടകത്തെയാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സർവഭൂതാധിവാസഃ സാക്ഷീ ചേതാ കേവലോ നിർഗുണശ്ച. പല വിധത്തിലുള്ള വിശേഷണങ്ങളും ഒരേ ഒരു ദൈവത്തിന് കൊടുത്ത് അവസാനം പറയുന്നത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നിലനിൽപ്പിനും സാക്ഷിയായിട്ടാണ് അത് നിൽക്കുന്നത്. ആര്? ഈ ഈശ്വരൻ എന്ന് പറയുന്ന ചൈതന്യ വിശേഷം. അതിൻ്റെ സ്വരൂപമോ സ്വഭാവമോ എന്തോന്ന് ചോദിച്ചാൽ ചേതാ ഒന്ന് പറയൂ. എന്താണ് ഈ ചേത എന്ന് പറഞ്ഞാൽ? കോൺഷ്യസ്നെസ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. എന്തിനെ ചൊല്ലിയാണോ എന്ത് മൂലമാണോ നാം എല്ലാറ്റിനെയും ഉണരുന്നത്, ആ ഉണർവിനാണ് ചേത എന്നുള്ള വാക്ക് പറയുന്നത്. ആ ഉണർവ് ഈ ജഡശരീരത്തിലില്ല. നമ്മളെല്ലാവരും വാസ്തവത്തിൽ ആധ്യാത്മിക വ്യക്തിത്വമാണ് നമുക്കുള്ളത്. അതല്ലെങ്കിൽ നമ്മളെല്ലാം ശ്മശാനത്തിലേക്ക് പോകേണ്ടവരാ. ഈ ശരീരം ശവരൂപമാണ്. അതിനെ ജീവനോടുകൂടി നിലനിർത്തുന്നത് ശിവരൂപത്തിലുള്ള ചൈതന്യ വിശേഷമാണ്. അതെല്ലാവരും ഒന്ന് നല്ലപോലെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഉൾവ്യക്തിത്വം അതിൻ്റെ പ്രകടന വിശേഷമാണ് മനനം ചെയ്യുന്നതിനാൽ മനസ്സെന്നും ബോധനം ചെയ്യുന്നതിനാൽ ബുദ്ധിയെന്നും ഈ എല്ലാ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിച്ച് ഞാൻ എന്നിങ്ങനെ ഒരു അടയാളം ഉണ്ടാക്കി തീർക്കുന്നതിനാൽ അഹങ്കാരമെന്നും പറയുന്ന 3 ഘടകങ്ങൾ അതിൻ്റെ പ്രവർത്തന വിശേഷമാണ്. ഈ 3 എണ്ണത്തിലൂടെയാണ് നാം ഈ ഉള്ളുണർവിനെ മനസ്സിലാക്കുക.
മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നു, ബുദ്ധി കൊണ്ട് അറിയുന്നു, ഉണരുന്നു. അഹങ്കാരം കൊണ്ട് എല്ലാ പ്രവൃത്തികളെയും ഞാൻ കണ്ടു, ഞാൻ കേട്ടു, എനിക്ക് സുഖമില്ല, എനിക്ക് സുഖമാണ്, ഞാൻ ആലോചിക്കുന്നു, ഞാൻ ഉറങ്ങി, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ഉണർന്നിരിക്കുന്നു എന്നിങ്ങനെ പല പ്രവൃത്തികളെയും ഒറ്റ ഞാനോടുകൂടി ബന്ധപ്പെടുത്തി നിർത്തുന്നതാണ് ഈ അഹങ്കാരം. ഈ ഉൾവ്യക്തിത്വം ആകെ ചേതനാമയമാണ്. ഇറ്റ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ്. I have already said, I shall repeat again, consciousness, we cannot define it as a product or a substance, because it is neither a product nor a substance. Then what is it? We can define it perhaps maximum in terms of its quality, potential, power. What is its quality? Consciousness is that prevalence by virtue of which one becomes conscious of other things as well as oneself. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ എന്നൊരു ബോധമുണ്ട്. ആ ഞാൻ ഉള്ളതായിട്ടോ ഇല്ലാത്തതായിട്ടോ ഉള്ളതായിട്ട്. അപ്പം ഞാനുണ്ട്, ഞാൻ നിൽക്കുന്നു, എനിക്ക് നിലനിൽപ്പുണ്ട്, ഇങ്ങനെയുള്ള ഒരു ഞാൻ ബോധം രചിക്കുന്നതാണ് ഈ കോൺഷ്യസ്നെസ്. എങ്ങനെ ഞാൻ എന്ന ബോധം വളർത്തിയെടുക്കുന്നുവോ അതേമാതിരി എന്നിലാക്കാക്കി, എന്നെ അധിഷ്ഠാനമാക്കി എൻ്റെ ചുറ്റുമുള്ള എല്ലാറ്റിനെയും അത് വെളിപ്പെടുത്തി തരുന്നു. ഇറ്റ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്രിവലൻസ് ഓർ പ്രസൻസ് ബൈ വെർച്യൂ ഓഫ് വിച്ച് വൺ ബിക്കംസ് കോൺഷ്യസ് ഓഫ് അതർ തിങ്സ് ആസ് വെൽ ആസ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. ഇതാണ് കോൺഷ്യസ്നെസ്സിനുള്ള ഡെഫിനിഷൻ. നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ പറയുന്നത് അഹം പ്രത്യഗോചരമാണത്. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ഈ ഉണർവ്. എങ്ങനെയാണ് ഒരാൾ ഞാൻ ഉണ്ടെന്ന് പറയുക? ഉണർവാണത് ചെയ്യുന്നത്. ഉണർന്നിരിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഉറങ്ങിക്കിടക്കുന്നവന് ഞാനുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉണർവ് കാലത്തിൽ മാത്രം എപ്പോഴും നമ്മിൽ നിലനിർത്തി വരുന്നതാണ് ഈ ഞാൻ എന്ന ഒരു വ്യക്തിത്വം, ഐഡൻറ്റിറ്റി. അതാണ് ഈ ഉണർവ്. അതിൻ്റെ പ്രകടന വിശേഷമാണ് മനസ്സ്. അപ്പം മനസ്സിനെ നാം വേണ്ടതുപോലെ മനസ്സിലാക്കി അതിനെ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഉണർവിന്, ഈ കോൺഷ്യസ്നെസ്സിന്, ദൈവം എന്ന് പറയുന്ന ഈ പൊരുളുണ്ടല്ലോ, ആ മൂലപ്പൊരുൾ, അതിന് എന്തെല്ലാം ശക്തിവിശേഷമുണ്ടോ അതെല്ലാം ഈ മനസ്സിൽ പ്രതിഫലിച്ചു തുടങ്ങും. അതാണ് വസിഷ്ഠ മഹർഷി പറഞ്ഞത് 16 വയസ്സുള്ള ശ്രീരാമനോട്. എന്താ പറഞ്ഞേ? സങ്കൽപ്പജാലകലനൈവ ജഗത് സമഗ്രം സങ്കൽപ്പജാലകലനാത്തു മനോവിലാസ. സങ്കല്പം അതിൻ്റെ ഒരു നെറ്റ്വർക്കാണ് ഈ ലോകം മുഴുവനും. ആ സങ്കല്പം വഴിക്ക് വേണം നമുക്ക് മനസ്സിന് സമാധാനമോ ശാന്തിയോ തൃപ്തിയോ പൂർണ്ണമായ സൗഭാഗ്യമോ അനുഭവിക്കാൻ. അതും ഈ മനസ്സ് തന്നെയാണ്. മനസ്സിനെ എങ്ങനെയാണ് നാം ഗുണഭൂയിഷ്ടമാക്കുക? എങ്ങനെയാണ് അതിന് പവിത്രത കൊണ്ടുവരിക? അതിനെ ഉദാത്തമാക്കാൻ, ഉന്നതമാക്കാൻ, ഉത്കൃഷ്ടമാക്കാൻ, അതിനെ കൂടുതൽ വ്യാപകമാക്കാൻ, പവിത്രമാക്കി തീർക്കാൻ അതിന് നമുക്ക് സാധിക്കും. ആരും പരിശ്രമിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ ആൾ നിങ്ങളോട് പറയുന്നില്ല കഷ്ടപ്പെട്ട് ജീവിക്കൂന്ന്. എപ്പോൾ നോക്കിയാലും വിഷമം അല്ലലും അലട്ടേ ഉള്ളൂ. മുഖം പ്രസന്നമാവില്ല. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എത്ര അലങ്കരിച്ചാലും പ്രസന്നത നമുക്ക് ഉണ്ടാവില്ല. എന്താ അതിന് കാരണം? ഈ മനസ്സിനെ നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കുന്നില്ല. നിങ്ങളെ കേടുവരുത്തുന്നത് മനസ്സാണ്. നല്ലവളോ ആക്കി തീർക്കുന്നതും അതേ മനസ്സാണ്. മനസ്സിനെ എങ്ങനെ പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് നന്മയും സൗഭാഗ്യവും ഉണ്ടാവും, മറിച്ചെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇത് വിവരിക്കുന്നതാണ് ഈ അഷ്ടാവക്ര ജനക സംവാദം. ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹാതി ന ഹൃഷ്യതി ന കുപ്യതി. നമ്മുടെ മനസ്സിൽ നിന്ന്, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, തദാ മുക്തിർയദാ ചിത്തം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുക്തി, മോക്ഷം, പൂർണ്ണമായ മോചനം, വിരാമം, തദാ അപ്പോൾ ഉണ്ടാവും. എപ്പോൾ ഉണ്ടാവും?
യഥാ എപ്പോഴാണോ ചിത്തം മനസ്സ് ന വാഞ്ചതി ആശിക്കാതെ ഇരിക്കുന്നത്. നമ്മൾ ആദ്യമേ മുതൽക്ക് ആശിച്ചു തുടങ്ങി അതിൻ്റെ പിന്നാലെ പോണു. അങ്ങനെ ഒരു ചരിത്രമേ നമുക്കുള്ളൂ, ആശച്ചരിത്രമേ നമുക്കുള്ളൂ. ഈ ആശ ആവശ്യമാണോ നമ്മുടെ ജീവിതത്തിൽ? ഇപ്പം നിങ്ങൾ വിചാരിച്ചു എനിക്കൊരു കെട്ടിടം ഉണ്ടാവണം, ഉണ്ടാവുമോ കെട്ടിടം? എന്താ മിണ്ടാത്തെ? ആശയാണോ നമുക്ക് കാര്യങ്ങൾ നേടിത്തരുന്നത്, അതോ സമയോചിതമായ പ്രയത്നവും വീണ്ടും വിചാരവുമാണോ എന്ന് നിങ്ങളൊന്ന് പറയും. നമ്മൾ വേണ്ടതുപോലെ സമയോചിതം പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആശ? നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തോ അത് നിറവേറ്റാൻ വേണ്ടി എന്ത് പ്രയത്നം വേണമോ ആ പ്രയത്നം വേണ്ടതുപോലെ ശുഷ്കാന്തിയോടുകൂടി ചെയ്തു തീർക്കൂ. അപ്പോൾ സംഗതികൾ കിട്ടും. ഈ ആശിച്ചതെന്തുകൊണ്ട് എന്നാ കിട്ടുക? ആശയെ മുൻനിർത്തി ആവരുത് നമ്മുടെ ജീവിതം, ആവശ്യങ്ങളെ മുൻനിർത്തിയാവണം. ആവശ്യങ്ങളെ മുൻനിർത്തി നിങ്ങൾ പ്രവർത്തിക്കാൻ സമയോചിതമായി തയ്യാറുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഒരൊറ്റ ആളും ബുദ്ധിമുട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അനാവശ്യമായ അഭിമാനമോ അപമാനബോധമോ ഒന്നും ഉണ്ടാവരുത്. സമയത്തിനൊത്ത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സമയോചിതമായ പ്രവൃത്തിക്ക് നാം ഒരുക്കമുണ്ടെങ്കിൽ ഒരാളും ഇവിടെ അനാവശ്യമായി കഷ്ടപ്പെടില്ല. ബോംബെയിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ മുംബൈ എന്ന് പറയുന്ന സ്ഥലം ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പേര്. സാമ്പത്തികമായ തലസ്ഥാനമാണ് ഭാരതത്തിൻ്റെ എന്ന് പറയും. അവിടെ യാത്ര ചെയ്യുമ്പോൾ ചിലരൊക്കെ പറയും, ഈ ബോംബെയിലുണ്ടല്ലോ ഒരൊറ്റ ആളും കഷ്ടപ്പെടില്ല, പൈസ ഇല്ലാതെ വേതനമില്ലാതെ ബുദ്ധിമുട്ടില്ല എന്ന്. എന്തെങ്കിലും ഒരു ജോലി ബോംബെയിൽ ആർക്ക് വേണമെങ്കിൽ കിട്ടും. പക്ഷേ ഞാൻ ഇന്നതേ ചെയ്യൂ ഇന്നത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഭള്ളു പിടിച്ചിരുന്നാൽ നടക്കില്ല. നമ്മൾ സമയോചിതമായി കയ്യും കാലും ബുദ്ധിയും ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. അപ്പോൾ എങ്ങനെയായാലും ആർക്കും എവിടെയും കഴിഞ്ഞുകൂടാം. നോക്കൂ, ഇന്ന് കേരളത്തിലുള്ളവരെ പല വിധത്തിലുള്ള പ്രവൃത്തികളും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം എന്തായി? താനിരിക്കേണ്ട ഇടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കും എന്നൊരു പഴമൊഴിയുണ്ട് നമുക്ക്. ഇപ്പം എന്തായി? കേരളത്തിൽ പുറമേ നിന്നുള്ളവരാ എല്ലാ നല്ല ജോലികളും ചെയ്യുന്നത്. ഇവിടെ നല്ല വേതന ഉണ്ട്, നല്ല സമ്പാദ്യത്തിനൊക്കെ വഴിയുണ്ട്. എന്നാലും നമുക്ക് ആർക്കും ജോലി ചെയ്യാൻ അത്ര ഇഷ്ടം കാണുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകമായ ചില സെലക്ഷൻ ചോയ്സൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവർ വന്ന് ജോലി ചെയ്യണു, കുറേ കഴിഞ്ഞാൽ ഇവിടുത്തുകാർക്ക് ജോലിയേ ഇല്ലാതെ ആവുന്ന ഒരു സ്ഥിതി വന്നാൽ ഞാൻ അത്ഭുതപ്പെടില്ല. എല്ലാറ്റിനും ഒരു വീണ്ടും വിചാരം വേണം. തൻ്റെ ഇടമെന്ന് പറഞ്ഞൊന്നുണ്ട്, അത് ഉപയോഗിക്കണം. അപ്പോൾ സമയോചിതമായുള്ള പ്രവൃത്തിയാണ് ഫലങ്ങൾ ഉണ്ടാക്കുന്നത്, പരിണത ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ആശയല്ല എന്നൊന്ന് ഈ സദസ്സ് മനസ്സിലാക്കുമെന്ന് ഞാൻ ചോദിക്കാം. മനസ്സിലാക്കുമോ നിങ്ങൾ? ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ആശ എന്ന് പറയുന്നത് എന്താണ്? ഇല്ലാത്തത് വേണം എന്ന് തോന്നുന്നതാണ് ആശ. വാസ്തവത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് വേണോ, അതിന് പരിശ്രമിക്കൂ. ഉദ്യോഗമുണ്ട്, വരുമാനമുണ്ട്. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് കൂടുതൽ കാറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനവും കാര്യങ്ങളും ഒരു കാറ് മേടിക്കാൻ പറ്റുന്നതാണോ? എന്നാൽ ഒരു കാറ് മേടിക്കൂ. ആ കാറൊന്ന് മാറ്റണം തോന്നിയോ? എനിക്കൊരു വിരോധമില്ല. നിങ്ങൾക്ക് താങ്ങാൻ പറ്റണം, അത്രയേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും ഒരാൾക്ക് 2 കട്ടിലിൽ കിടക്കാൻ പറ്റുമോ? 2 വയറിന് ഊണ് കഴിക്കാൻ പറ്റുമോ? 2 ശരീരത്തിന് വസ്ത്രം ധരിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്കുള്ള ആവശ്യങ്ങൾ പരിമിതമാണ്. ആ പരിമിതമായിട്ടുള്ളത് അവനവൻ്റെ ജീവിതത്തോതിനും നമ്മുടെ സംസ്കാരത്തിനും പഠിപ്പിനുമെല്ലാം യോജിച്ച തരത്തിൽ വേണ്ടാന്ന് ആര് പറഞ്ഞു? ഒരു കുഴപ്പമില്ല. ആശിക്കുന്നത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. അപ്പം നിങ്ങൾ ഈ ആശിക്കുന്ന സമ്പ്രദായം ഒന്ന് നല്ല പോലെ പരിശോധിച്ച് നോക്കുക. ആശകൾ നിറവേറ്റി ആശകളില്ലാതെ ആവോ? ഇല്ല. നെയ്യൊഴിച്ച് അഗ്നി ഉപശമിക്കുകയോ? ഒരു കാലത്തുമില്ല. അതുപോലെ നിറവേറ്റി ആശയില്ലാതെ ആവില്ല. ആശയില്ലാതെ ആവണമെങ്കിൽ അതിൻ്റെ പൊള്ളത്തം നമുക്ക് മനസ്സിലാകണം. നമ്മുടെ ജീവിതത്തിൽ ആശ ഒരു ഭാഗമേ അല്ല, ആവശ്യമാണ്. നമ്മുടെ സാമ്പത്തിക പുഷ്ടി കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ തരത്തിൽ ആലോചിക്കുക. ഏത് മാർഗത്തിലാണ് നമ്മുടെ ദേശീയ സമ്പത്ത് വിനിയോഗിച്ചാൽ നമുക്ക് നല്ലതുണ്ടാവുന്നത്?
എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നി. ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു എഴുത്ത് എഴുതണമെന്ന് വിചാരിച്ചു. അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. സാധാരണ ഇതൊന്നും എഴുതിക്കൊണ്ടിരിക്കുന്നതല്ലല്ലോ നമ്മുടെ ജോലി. ഞാൻ വിചാരിക്കുകയാണ്, നമ്മുടെ ഇന്ത്യയിൽ ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ പറയുമ്പോൾ ഒരു ദുഃഖസത്യമുണ്ട്. എന്താ? ചൈനക്കാരുടെ ബുദ്ധിയോടുകൂടി കടപിടിക്കാൻ നമുക്ക് പറ്റില്ലത്രേ. അത് കേൾക്കുമ്പോൾ ഭൂമാനന്ദ സ്വാമിജിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ബുദ്ധിയിൽ നമ്മൾ മോശക്കാരല്ല, പ്രയത്നത്തിൽ അവരാ. ഇപ്പം മലേഷ്യയിൽ കൊല്ലം തോറും ഞാൻ പോയി വരുന്നു. എന്തെങ്കിലും ഒരു കെട്ടിട നിർമ്മാണമോ വേറെ എന്തായാലും അവിടെ കൂടുതലും ചൈനക്കാരാണത് ചെയ്യുക. അവരെ അങ്ങോട്ട് ഏൽപ്പിച്ചാലുണ്ടല്ലോ, പറഞ്ഞ തീയതിക്ക് പറഞ്ഞ മാതിരി അവർ നടത്തിയിട്ട് അതിന് പോവുള്ളൂ, അതിന് മുമ്പ് പോവും. നമ്മുടെ ഡോക്ടർ ശ്രീധരൻജിയെ മാതിരിയാണ്. ഇന്നാൾ വന്ന് ഞാൻ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഏറ്റിട്ടുള്ള എന്ത് പ്രവൃത്തിയും സമയത്തിന് മുമ്പ് നടത്തും, എന്നിട്ട് അതിൽ ലാഭം ഉണ്ടാവുമെന്ന്. 4500 കോടിയായിരുന്നു അവർക്ക് നമ്മുടെ കൊച്ചി മെട്രോവിനുള്ള തുക. ആ 4500 കോടി ചെലവ് ചെയ്യാൻ അവർക്ക് കിട്ടുന്ന 6% കമ്മീഷൻ മാതിരിയാണ്. ആ 4500 കോടിയിൽ 500 കോടി ലാഭിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടത് മുടക്കി കൊടുത്തപ്പോൾ അവർക്കത് സ്വീകരിക്കാനുള്ള അക്കൗണ്ടും വകയില്ല എന്ന് മടക്കി മേടിച്ചിട്ടുമില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്ത് ജോലി എടുത്താലും അതിൽ മിച്ചം വരും അത്ര അദ്ദേഹത്തിന്. 4500 കോടിയിൽ 500 കോടി മിച്ചമാണെന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ മടക്കി കൊടുത്തു. അപ്പോൾ അവർ തിരിച്ചയച്ചു. ഞങ്ങൾക്കത് ക്രെഡിറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു അക്കൗണ്ടും വകയില്ല എന്ന് പറഞ്ഞാൽ അവരെടുത്തിട്ടില്ല. എന്ത് പറയണു നിങ്ങൾ? ബുദ്ധിയില്ലേ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഇത്ര ദിവസം കൊണ്ടോ ഇത്ര മാസം കൊണ്ടോ കൊല്ലം കൊണ്ടോ നടത്തണം എന്ന് പറയുന്നത് 3 കൊല്ലം 4 കൊല്ലം ചെല്ലുന്ന ഒരു ജോലി ശുഷ്കാന്തിയോടുകൂടി ചെന്നാൽ 4 കൊല്ലത്തിൽ 3.25 കൊല്ലോ 3.25 കൊല്ലത്തിൽ നിർത്താമല്ലോ. അത് അവിടെയാണ് ഈ പ്രയത്നം എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, മനസ്സ് ഉപയോഗിക്കണം, ശരീരം ഉപയോഗിക്കണം. ഇത് മുൻപിൽ നടത്തണം എന്നൊരു തോന്നൽ, ഒരു ഇച്ഛാശക്തി, ഒരു ബലം, ആത്മബലം നമുക്ക് വേണം. അപ്പം ഞാൻ പറയുകയാണ്, നമുക്കൊരു 1-ാം തരം മൊബൈൽ ഉണ്ടാക്കുകയെന്ന്. ആ മൊബൈൽ ഉണ്ടാക്കാൻ സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് എന്ത് ചിലവ് വരുമോ അത്ര ചിലവ് ഇന്ത്യയിൽ വരില്ല. എന്താ കാരണം? നമ്മുടെ വേജസും ശമ്പളവും ഒക്കെ കുറവാണ്. നമ്മൾ അത്ര വലിയ സമ്പന്ന രാഷ്ട്രമല്ല. 10,000 ഉറുപ്പിക ചിലവാക്കി അവർക്കൊരു ഒരു കാര്യം ഉണ്ടാക്കാൻ പറ്റിയാൽ ഇന്ത്യയിൽ ഇപ്പോൾ അതിന് 6000 6500 കാര്യം നടക്കും. അപ്പം നമ്മളൊരു മൊബൈൽ ഉണ്ടാക്കിയാൽ ലോക വിപണിയിൽ കുറച്ച് വില കുറച്ച് വെക്കാം. നല്ല ഒരു മൊബൈൽ ഉണ്ടാക്കുക. ലോകത്തിലെ എല്ലാ സ്ഥലത്തിലും എല്ലാവരും പുകഴ്ത്തണം, ഇത് ഇന്ത്യൻ മൊബൈലാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മേടിക്കാൻ തുടങ്ങണം. അതിനെന്ത് വേണ്ടി വരും? ഞാൻ എൻ്റെ മനസ്സെന്ന് പറയുകയാണത്രോ. അത് നിങ്ങൾ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് എടുക്കരുത്. ഒരു 10, 30, 35, 50 എത്ര വേണോ ഒരു 5000 കോടി ഉറുപ്പിക അതിനങ്ങോട്ട് ചിലവാക്കുക. നല്ല ഒരു മനുഷ്യനെ പിടിക്കുക. 5000 എന്നുള്ളത് 25,000 കോടി ആയിക്കോട്ടെ. അതെ, 3 കൊല്ലം. ആ 3 കൊല്ലം കൊണ്ട് 1-ാം തരം ഒരു ഇന്ത്യൻ മൊബൈൽ നിങ്ങൾ ഉണ്ടാക്കണം. ഏറ്റവും മോഡേൺ ആയിട്ടുള്ളത്, പല വിധത്തിലുള്ള സൗകര്യങ്ങളുമുള്ളത്. ഇത് വേൾഡ് മാർക്കറ്റിനെ കമ്പീറ്റ് ചെയ്തിട്ട് ജയിക്കണം എന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ച് ഒരു 3-4 കൊല്ലം കൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കാൻ പറയും. എന്തുകൊണ്ട് പറ്റില്ല? പറ്റും. ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് നല്ല ഒരാളെ വിളിച്ച് ഇങ്ങനെ ഒരു മൊബൈൽ ഉണ്ടാക്കി ഇന്ത്യയുടെ ഒരു പ്രതീകമാകണം അത് എന്ന് പറഞ്ഞ് ഒരു 3 കൊല്ലത്തെ സമയവും അതിന് വേണ്ട പൈസയും കൊടുത്ത് നോക്കൂ. നഷ്ടത്തിലോടുന്ന പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലും ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഒരാളെ കൊണ്ടുവച്ച് ലാഭമുണ്ടാക്കിയ പല കേസസും നമ്മുടെ ഇന്ത്യ രാജ്യത്തിലുണ്ട്. സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കസാരയിൽ ചാരിയിരിക്കും. എന്താ, ശമ്പളം ഉറച്ചില്ലേ, പെൻഷൻ ഉറയ്ക്കുമല്ലോ, എന്തെങ്കിലും വന്നാൽ സമരമായില്ലോ. അപ്പം സർക്കാർ എന്ന് പറഞ്ഞാൽ കസേരയിൽ ഇരിക്കാനുള്ള വാസന കൂടുതലാണ്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ അത് അത്ര നടക്കില്ല. അതിൻ്റെ പിന്നാലെ ആൾക്കാർ വരും. തലപ്പത്തുള്ളവർ പ്രയത്നം ചെയ്യുന്നവരാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, പ്രയത്നശാലിത്വമാണ് ഇവിടെ പ്രധാനം. പ്രയത്നശാലിത്വം അതാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. ഈ
ആശയാണോ ഒരു മനുഷ്യനെ പ്രവർത്തിക്കുന്നത് അതോ വേറെ വല്ലതുമോ എന്നുള്ളതിന് നമുക്ക് നല്ല നല്ല ദൃഷ്ടാന്തങ്ങളുണ്ട്. തഥാ മുക്തിർയഥാ ചിത്തം ന വാഞ്ചതി ന ശോചതി. ഈ മോക്ഷം എന്ന് പറയുന്നത് ആ മണിക്കൂറിൽ നിങ്ങൾക്ക് കിട്ടും. എപ്പോഴാണോ മനസ്സിൽ നിന്ന് ആഗ്രഹങ്ങൾ പൊട്ടിപ്പുറപ്പെടാതെ ഇരിക്കുന്നത്. ഒരാഗ്രഹമാണോ? നമുക്കല്ല, അനവധി ആഗ്രഹങ്ങളാണ്. ഒന്ന് നിറവേറിയാൽ അതിൻ്റെ സ്ഥാനത്ത് 10 എണ്ണം വരും. 10 നിറവേറിയാൽ 50 എണ്ണായി, 100 എണ്ണായി. അപ്പം അതിന് ഒരു അവസാനവും നമുക്കുണ്ടാവില്ല. നേരെ മറിച്ച് ആശ എൻ്റെ ജീവിതത്തിലെ ഭാഗമാവില്ല. ഞാൻ ആവശ്യത്തിനൊത്ത് എത്ര പ്രയത്നിക്കണമോ പ്രയത്നിച്ച് ആ ആവശ്യം നിറവേറ്റാൻ പരിശ്രമിക്കും. അത് സഫലമാകും ചെയ്യും. വിശപ്പുണ്ടെങ്കിൽ എനിക്ക് ഊണ് കഴിക്കണം, തണുപ്പുണ്ടെങ്കിൽ കമ്പിളി വസ്ത്രങ്ങൾ വേണം. അങ്ങനെ എന്തെല്ലാം ആവശ്യത്തിനൊത്ത് വേണോ അതൊക്കെ നിറവേറ്റാനായി പരിശ്രമിക്കുക. അതിന് പരിശ്രമമാണ് ഫലമുണ്ടാക്കുന്നത്. പ്രയോജനമനുദ്ദിശ്യന മന്ദോപി പ്രവർത്തതേ. ഒരു പ്രയോജനത്തിൽ ആക്കാക്കിയല്ലാതെ ആരും ഈ ലോകത്തിൽ പ്രവർത്തിക്കില്ല. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആവശ്യവും ലക്ഷ്യവും മുൻനിർത്തിയാണ്. ആ പ്രവർത്തനം മുഴുവനാക്കിയാൽ അതിൻ്റെ ഫലമായി, ഔട്ട്കമായി. അതിനുവേണ്ടി വേറെ പ്രചോദനം വേണ്ട. അങ്ങനെ നമ്മൾ കർമ്മനിരതരാവുക. കർമ്മനിരതരായി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുക. ആശയെപ്പറ്റൊരൊറ്റ വാക്ക് മിണ്ടരുത്. സാധിക്കുമോ? എന്താ പറയണേ? ന വാഞ്ചതി ന ശോചതി. എപ്പം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആശ പോയോ അപ്പം പിന്നെ നമുക്ക് ദുഃഖമില്ല. എന്തിനാ ദുഃഖം? നമ്മളെ കൊണ്ട് ആകാവുന്ന പ്രവൃത്തി എടുത്തു, ആ പ്രവൃത്തിക്ക് വിധിച്ചിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടി. എന്തുദ്ദേശിച്ച് പ്രവർത്തിച്ചു ആ ഉദ്ദേശം സഫലമായി. നിങ്ങളുടെ പ്രവൃത്തി സഫലമാകുന്നതിൽ ഒരാളും ഇടപെടില്ല, ഈശ്വരനും ഇടപെടില്ല. നിങ്ങളുടെ പ്രവൃത്തി വേണ്ടതുപോലെ മുഴുവനായതാണ് ഈ ഫലം എന്ന് പറയുന്നത്. പ്രവൃത്തിയിൽ നിന്ന് ഫലത്തെ വേർതിരിക്കാൻ പറ്റില്ല, ഫലത്തിൽ നിന്ന് പ്രവൃത്തിയെയും വേർതിരിക്കാൻ പറ്റില്ല. ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹാതി ന ഹൃഷ്യതി ന കുപ്യതി. മനസ്സിലുള്ള വികാരഭേദങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ഒരു കാര്യവും വിടുന്നില്ല. കേട്ടോളൂ പറയണത്. ന മുഞ്ചതി. ഈ മനസ്സ് ഒന്നിനെയും വിടണ്ട, ഒന്നിനെയും പിടിക്കും വേണ്ട. പിടിക്കുമ്പോഴാണ് വിടണം എന്ന ചോദ്യം വരുന്നത്. പിടിക്കുക വിടുക എന്ന് പറയുന്നത് പരസ്പരം വിരുദ്ധമായിരിക്കുന്ന 2 ആശയങ്ങളും സങ്കല്പങ്ങളുമാണ്. ഈ ലോകം മുഴുവനും ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണ്. എന്തെല്ലാം ഇവിടെയുണ്ടോ അത് മുഴുവനും ദ്വന്ദ്വങ്ങൾ. ഇഷ്ടം അനിഷ്ടം, രാഗം ദ്വേഷം, ശത്രു മിത്രം, നല്ലത് ചീത്ത, പുണ്യം പാപം, സ്നേഹിതൻ ശത്രു, ലാഭം നഷ്ടം, സ്വർഗം നരകം. ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ദ്വന്ദ്വങ്ങളാണ്. ആ ദ്വന്ദ്വങ്ങളെ താലോലിക്കുകയല്ല നമുക്ക് ആവശ്യം. ആ ദ്വന്ദ്വങ്ങളെ ആകെ മറികടക്കുക, അതിനെ തരണം ചെയ്യുക. നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു. നിങ്ങൾ ദ്വന്ദ്വങ്ങളുടെ ഉള്ളിൽ കിടന്ന് വട്ടം തിരിയാതെ ഊഞ്ഞാലാടാതെ ആ ദ്വന്ദ്വങ്ങളെ മറികടക്കൂ. എന്നിട്ട് നിർദ്വന്ദ്വന്മാരായി ജീവിക്കൂ. ദ്വന്ദ്വങ്ങളെ തരണം ചെയ്ത് കവച്ചു വെച്ച് ജീവിക്കൂ. അതും നമ്മുടെ ഒരു വഴി തന്നെയാണ്. ആ വഴിയാണ് നമുക്ക് ലളിത സുഭഗമായിരിക്കുന്ന വഴി. ബാക്കിയുള്ളത് ക്ലിഷ്ടമാണ്. ന ഹൃഷ്യതി ന കുപ്യതി. ക്രമത്തിലധികം സന്തോഷിക്കണ്ട. അതുകൊണ്ട് കോപവും നമുക്ക് വേണ്ട. ഞാൻ പറയും, ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ദേഷ്യം എങ്ങനെയാണ് തരണം ചെയ്യാന്ന്. ഞാൻ ശരിക്കുള്ള മറുപടി പറയട്ടെ, നിങ്ങൾ കേൾക്കുമോ ചോദിച്ചു. കേൾക്കാം. ഒരു മനുഷ്യൻ ദേഷ്യപ്പെടുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവളാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തപ്പോൾ ആ പരാജയത്തിൻ്റെ മുകളിലാണ് ഈ കോപം വരുന്നത്. ഈ കോപിക്കുന്നത് ആർക്ക് കോപമുണ്ടോ അയാൾ ഇഷ്ടപ്പെടുന്നില്ല, ആരുടെ നേരെ കോപമോ ആ ആളും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കോപിക്കുന്നവനും ആരെ കുറിച്ച് കോപിക്കുന്നുവോ ആ ആളും 2 പേർക്കും ഇഷ്ടമില്ലാത്തൊരു സമ്പത്താണ്. അതെന്തിനാണ് നിങ്ങൾ പോറ്റണത്?
കുറേ ദിവസം ഈ കോപത്തിനെക്കുറിച്ച് മനസ്സിലാക്കി സ്റ്റാർട്ട് ഹേറ്റ്രഡ് ഇറ്റ് സെൽഫ്. ഗെറ്റ് ആംഗ്രി വിത്ത് യുവർ വെരി ആങ്കർ ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് സബ്സൈഡ്സ്, ഇറ്റ് ഗെറ്റ്സ് സബ്ലിമേറ്റഡ്. അമിതമായ സന്തോഷവും വേണ്ട, അമിതമായ സഹതാപവും അല്ലെങ്കിൽ സന്താപവും വേണ്ട. നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ചില കുട്ടികൾ വല്ലാതെ ചിരിച്ച് ഉന്തിമറിയും. അങ്ങനെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടോ, അങ്ങനെ ഇത്രയധികം സന്തോഷിക്കരുത്, ഇത്രയധികം ചിരിക്കരുത്. കൂടുതൽ ചിരിച്ചാൽ കരയേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. അത് കുട്ടിയായാലും അങ്ങനെയാണ്. എന്തിനാ ക്രമത്തിലധികം സന്തോഷിക്കാൻ പോണത്? എന്തിനാ ക്രമത്തിലധികം സന്തപിക്കാൻ പോണത്? ഇത് രണ്ടുമില്ലാതെ ഒരു സമീകൃത മനസ്ഥിതിയോടുകൂടി നമുക്ക് ജീവിച്ചൂടെ? അതല്ലേ സമ്പന്നം, അതല്ലേ ധന്യം, അതല്ലേ അനുഗ്രഹകരം. അതുകൊണ്ടല്ലേ മനസ്സിന് കൂടുതൽ ഉന്നതമായ ഒരു നില കൈവരിക്കാൻ സാധിക്കുക. അതല്ലേ സൗഭാഗ്യം, അതല്ലേ സാഫല്യം, അതല്ലേ സംതൃപ്തി. ഒന്ന് ചിന്തിക്കുമപ്പാ, തത്വവിചാരമാണിത്, ഇത് ആലോചനയാണ്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇവിടെ വരുന്നില്ല. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ തൈര് കടയുന്നത് പോലെ കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ അഷ്ടാവക്ര ഗീത. ന ഹൃഷ്യതി ന കുപ്യതി. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്കത് വളരെ സൂക്ഷ്മമാണെന്ന് തോന്നും. നമ്മുടെ സമാജത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ രണ്ട് വ്യക്തികളാണ് കേന്ദ്ര ബിന്ദുക്കളായി നിൽക്കുന്നത്. ഒന്ന് ത്രേതായുഗത്തിൽ ജീവിച്ച ശ്രീരാമൻ, ദ്വാപരയുഗത്തിൽ ജീവിച്ച ശ്രീകൃഷ്ണൻ. ഈ രണ്ട് വ്യക്തികളെ മാറ്റി നിർത്തിയാൽ ഹിന്ദു സമാജത്തിലും ധർമ്മത്തിലും ഒന്ന് നമുക്ക് പിടിക്കാനായിട്ടുണ്ടാവില്ല. ഞാൻ എന്താ പറഞ്ഞ രണ്ട് വ്യക്തികൾ, ഇവർ രണ്ടുപേരും ദേവന്മാരോ ദേവതകളോ ഈശ്വരന്മാരോ അല്ല. മനുഷ്യയോനിയിൽ ജനിച്ച് അമ്മിഞ്ഞ കുടിച്ച് വളർന്ന് മനുഷ്യത്വം തന്നെ പരിഷ്കരിച്ച് സമ്പന്നമാക്കി സുശക്തമാക്കിയെടുത്തവരാ. ശ്രീരാമൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു ശരീരം, അതിൻ്റെ ഉള്ളിലൊരു മനസ്സ്, കൂടെ ഒരു ബുദ്ധി, ഒരഹങ്കാരം, എല്ലാറ്റിനും താങ്ങായി നിൽക്കുന്ന ആത്മാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒരാത്മാവുമില്ലേപ്പാ? ശ്രീരാമൻ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം? നമ്മളും പറയണു ഞാനെന്ന്. ആ ഞാൻ അധിഷ്ഠാനമായിട്ടുള്ള പൊരുൾ ശ്രീരാമനിലും നമ്മളിലും ഒന്നേ ഒന്നാണ്. അപ്പം ശ്രീരാമനെ അടിമുടി പരിശോധിച്ചാൽ ആ വ്യക്തിത്വത്തിൽ നമുക്കില്ലാത്തതൊന്നുമില്ല. എന്നാലും ആ ശ്രീരാമൻ ആവശ്യം വന്നപ്പോൾ അച്ഛൻ്റെ വിളി പ്രതീക്ഷിച്ച് രണ്ടുപേരും തലേനാൾ മുതൽക്ക് വ്രതമനുഷ്ഠിച്ചിരുന്നു യുവരാജാഭിഷേകത്തിന്. വിളിച്ചത് അച്ഛനല്ല, അമ്മയാ. അവിടെ ചെന്നപ്പോൾ രാമാ നിനക്കിന്ന് യുവരാജാഭിഷേകമില്ല, നീ 14 കൊല്ലം ദണ്ഡകാരണ്യത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ചെറിയമ്മേ, ഇത്രയേ ഉള്ളൂ. ഇന്ന് സൂര്യാസ്തമനത്തിന് മുൻപ് രാമൻ അയോധ്യ കടന്ന് കഴിഞ്ഞിരിക്കുന്ന പറഞ്ഞത്. എന്താ അത്ര സമയം? എൻ്റെ അമ്മയെയും അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ട പല ആൾക്കാരുണ്ട് ഈ രാജധാനിയിൽ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കി വിട വാങ്ങി എനിക്ക് പോകണം, അതിനുള്ള സമയമേ വേണ്ടൂന്ന്. ശ്രീരാമൻ എങ്ങനെ പറയാൻ സാധിച്ചു എന്ന് നിങ്ങൾ പറയൂ. അദ്ദേഹത്തിനും നിങ്ങളുടേതുപോലെയുള്ള ഒരു മനസ്സായിരുന്നു. ആ മനസ്സിനെ പവിത്രമാക്കി തീർക്കണം നമ്മൾ. ശ്രീരാമൻ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കും. അദ്ദേഹത്തിന് മാത്രമുള്ളതല്ലാതെ. അപ്പോൾ ഈ മനസ്സമ്പന്നത, അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ പുസ്തകം. ആ പുസ്തകം ഉണ്ടല്ലോ, ക്വൈറ്റിറ്റ്യൂഡ് ഓഫ് ദ മൈൻഡിൻ്റെ മലയാള പരിഭാഷ, അല്ല മലയാളത്തിലുള്ള വിവരണം. അതാണ് മനഃപ്രശാന്തത. ആ പ്രശാന്തത വരാൻ വേണ്ടി മനസ്സ് വളരെ ഗംഭീരമാകണം, ഗാഠമാകണം, ഉന്നതമാകണം, ഉത്തുംഗമാകണം, വ്യാപകമാകണം, ശ്ലാഘ്യവും ശ്രേഷ്ഠവുമാകണം. ഇതാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം. അതല്ലാതെ വേറെ ഒരു ഉദ്യോഗവും ഒരാവശ്യവും നമുക്കില്ല. നമ്മുടെ മനസ്സിനെ ശ്രേഷ്ഠമാക്കി തീർക്കുക. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്നറിയോ? ക്യാരക്ടറൽ എലിഗൻസ്, ബിഹേവിയറൽ മെജസ്റ്റി,
ആൻഡ് ഇൻട്രാക്ഷണൽ എക്സലൻസ്. സ്വഭാവത്തിലുള്ള ആ മികവ്, ഔന്നത്യം, പെരുമാറ്റത്തിലുള്ള സൗഷ്ഠവം, ബാക്കിയുള്ളവരുമായി സമ്പർക്കവും വ്യവഹാരവും നടത്തുന്നതിലുള്ള സാമർഥ്യം, തികവ്, ഇത് മൂന്നുമേ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നുള്ളൂ. അധ്യാത്മമാകട്ടെ, പൗരാണികമാകട്ടെ, ഐതിഹാസികമാകട്ടെ, എല്ലാറ്റിലും ഈ മൂന്ന് വിഷയമേ പ്രതിപാദനമുള്ളൂ. ആ രാമൻ, കൃഷ്ണൻ രണ്ടാളെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ജീവിതത്തിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള രണ്ട് പേരാണ് രാമനും കൃഷ്ണനും. പക്ഷേ എനിക്ക് രാമനെ കൊണ്ട് മുഴുവനായില്ല. എന്താ കാരണം? പാവം ദുഃഖിച്ചാണ് ജീവിച്ചത്. അങ്ങനെ ഒരു ദുഃഖജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. രാമൻ ശ്രേഷ്ഠനാണ്, ശ്ലാഘ്യനാണ്, മഹാത്മാവാണ്. പക്ഷേ പാവം കഷ്ടപ്പെടേണ്ടി വന്നു കുറേ അധികം. അതുപോലെ കഷ്ടപ്പെട്ട് ദുഃഖിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ എന്താ വഴി? ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃഷ്ണനുണ്ട് നമ്മുടെ മുൻപിൽ, എപ്പോൾ നോക്കിയാലും ചിരിയ. അർജുനൻ അന്തം വിട്ട് കരഞ്ഞ് പുലമ്പി കുരുക്ഷേത്രത്തിൽ. എന്നിട്ട് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങിയത് എങ്ങനെയാ? തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത. ചിരിച്ചുകൊണ്ടാണ് കൃഷ്ണനോട് സംസാരിക്കാൻ തുടങ്ങിയത്. നേരെ മറിച്ച് കൃഷ്ണനും കരഞ്ഞാൽ ആ ആൾക്ക് പിന്നെ എന്തെങ്കിലും സമാധാനം പറയാൻ പറ്റുമോ? നിങ്ങൾക്കൊക്കെ വിചാരമുണ്ട് ദുഃഖിക്കുന്നവരെ കണ്ടാൽ നമ്മളും ദുഃഖിക്കണമെന്ന്. അങ്ങനെ ദുഃഖിക്കാൻ പുറപ്പെട്ടാൽ പിന്നെ ദുഃഖത്തിനൊരു സാന്ത്വനം നൽകാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പോൾ കൃഷ്ണൻ്റെ പുഞ്ചിരിയിൽ കാണുന്നത് ഈ ദുഃഖം മുഴുവനും ഞാൻ തുടച്ചു മാറ്റി നിന്നെയും എന്നെ പോലെ പുഞ്ചിരിക്കുന്നവനാക്കി തീർക്കാമെന്ന. അങ്ങനെയുള്ള കൃഷ്ണനെ എനിക്ക് വലിയ ഇഷ്ടമായി. ചെറുപ്പകാലത്ത് ആരാ ഈ കൃഷ്ണനെ പറ്റി പറയാനുള്ളവർ? കുറേ മുതിർന്ന് ഞാൻ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണല്ലോ. അവിടെ നോക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം എടുത്ത് നോക്കൂ. പലരും കൃഷ്ണ പരമാത്മാവിൻ്റെ വിവരണം നൽകുന്നവരുണ്ട്. കൃഷ്ണൻ തന്നെപ്പറ്റി സംസാരിക്കുന്ന പല അവസരങ്ങളുമുണ്ട്. ആ ധർമ്മകൽപദ്രുമം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നോക്കൂ, അവസാനത്തെ ക്യാരക്ടറൈസേഷൻ ഞാൻ നടത്തിയിട്ടുള്ളത് കൃഷ്ണനെ പറ്റിയിട്ടാണ്. അതിലൊരാൾ പറഞ്ഞു, സ്വാമിജി കൃഷ്ണൻ ഭഗവാനല്ലേ, കൃഷ്ണനെ പറ്റി എഴുതണോ? കൃഷ്ണനെ പറ്റി തന്നെയാണ് എഴുതേണ്ടത്. ആര് പറഞ്ഞു നിങ്ങളോട് കൃഷ്ണൻ ഭഗവാനാണെന്ന്? ദേവകിക്ക് ജനിച്ച് യശോദ വളർത്തിക്കൊണ്ടുവന്ന എല്ലാവരെ പോലെയുള്ള ഒരു ബാലനല്ലേ അദ്ദേഹം? മനുഷ്യ സഹജമായിട്ടല്ലേ ജീവിച്ചത്? മനുഷ്യ മികവുകളോടുകൂടിയല്ലേ അദ്ദേഹം ജീവിതം നയിച്ചത്? ആ കൃഷ്ണനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന്, കേട്ടോളൂ. ഒരു ദിവസം കൃഷ്ണനും രുക്മിണിയും കൂടി സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് തോന്നി കുറച്ച് സംസാരിക്കാം. അത് കൃഷ്ണൻ എന്ത് സംസാരിക്കുമ്പോഴും അതിൽ വേണ്ടത്ര പ്രാഗൽഭ്യമുണ്ടാവുമല്ലോ. അദ്ദേഹം പറയാ, രുക്മിണി നീ വലിയൊരു തെറ്റ് ചെയ്തു ജീവിതത്തിൽ. ആരെങ്കിലും എന്നെപ്പോലെ ഒരു ഏഭ്യനെ കല്യാണം കഴിക്കുമോ? നിൻ്റെ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരൊക്കെ നല്ലൊരാളെ നോക്കി കല്യാണം കഴിക്കാൻ തീർച്ചയാക്കിയതാ. നീ എന്നിട്ട് ഒരാവശ്യമില്ലാതെ ഒരു ലെറ്ററാ കൊടുത്തയച്ചു എനിക്ക്. അത് കൊടുത്തയച്ചത് ഒരു ബ്രാഹ്മണൻ്റെ കയ്യിലാണ്. ഞാനത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സുരുകി. ആരായാലും ആ ഉരുകിയപ്പോൾ ഉടനെ ഞാൻ അങ്ങോട്ട് വന്നു. പിറ്റേ ദിവസം നിന്നെ പരുന്ത് കൊണ്ടുപോകണമാതിരി പെറുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാണ് ഉണ്ടായത്. പക്ഷേ നിനക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ഒന്നും അറിയില്ല. എന്നാ കേട്ടോ, ഞാൻ പറയാം. നിഷ്കിഞ്ചന വയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാ തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? ഒന്ന് കേൾക്കുന്നപ്പാ. നിങ്ങളും ഭാര്യയായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വർത്തമാനം പറയും. നമ്മുടെ ഭക്തന്മാരെന്ത് ചെയ്യും? ദമ്പതീ വിനോദം എന്നുള്ളൊരു പേരിൽ ചച്ചാ മുച്ച എന്ന് പറയും. അതൊന്ന് ആലോചിച്ച് നോക്കൂ എന്താ പറഞ്ഞിരിക്കണേന്ന്. നിഷ്കിഞ്ചന വയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാ. ഞാൻ ആരാന്നറിയോ നിനക്ക്? നിഷ്കിഞ്ചനാണ്. എൻ്റെ കയ്യിലൊരു തുരുമ്പ് പോലുമില്ല. ഈ ശരീരം പോലും എൻ്റെയല്ല. ഈ ശരീരം കൊണ്ട് സമ്പാദിച്ചത് പിന്നെ എൻ്റെ ആവോ? ഞാനൊരു ദ്വാരക കെട്ടാൻ പുറപ്പെട്ടപ്പോൾ എന്തുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ? ഒന്നുമില്ല. ഓരോരുത്തരും അയച്ചു തന്ന സമർപ്പണമോ സംഭാവനയോ കൊണ്ടാണ് കെട്ടിയത്. എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ദ്വാരക കെട്ടാൻ വല്ലവരുടെ സഹായവും മേടിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. എവിടുന്നൊക്കെ ആ സഹായം വന്നത്? എല്ലാവരും തന്നു. അവരുടെ കാരുണ്യം കൊണ്ട് എനിക്കൊരു ദ്വാരകയുണ്ടായി എന്നാണ് പറയുന്നത്. നിഷ്കിഞ്ചന. കിഞ്ചനൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ചെങ്കിലും ഉള്ളവൻ, ഒരു മൊട്ടുസൂചിയുടെ തുമ്പ് വരെയെങ്കിലും ഉണ്ടെങ്കിൽ കിഞ്ചനനായി.
നിഷ്കിഞ്ചൻ എന്ന് പറഞ്ഞാൽ അതും കൂടിയില്ലാത്തവൻ. അപ്പം ഞങ്ങൾ എപ്പോഴും നിഷ്കിഞ്ചനന്മാരാണ്. അതുകൊണ്ടോ ഞങ്ങളെ ആർക്കാ ഇഷ്ടം? നിഷ്കിഞ്ചന ജനപ്രിയാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഇതാണപ്പാ ഭാരതം, ഇതാണ് ഭാരതം. നമുക്ക് പണം വേണ്ട, പ്രതാപം വേണ്ട, നമ്മുടെ മനസ്സിൻ്റെ ഔന്നത്യം മതി നമുക്ക്. അത് സമ്പാദിക്കാൻ ഒരു തടസ്സവും ഇവിടെ ഇല്ല. അടിച്ച് പുറത്തേക്കാക്കിയാൽ സഞ്ചരിച്ച് നമ്മൾക്ക് ഔന്നത്യം നേടും. നമ്മുടെ സമ്പ്രദായത്തിൽ സഞ്ചാരം, ദേശസഞ്ചാരം എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പാപ്പരത്വവും പറപ്പിക്കുന്നതാണ് ദേശസഞ്ചാരം. നിങ്ങൾ ഒരു കൊല്ലക്കാലം അല്ലെങ്കിൽ ഒരു മാസക്കാലം തൻ്റെ നാടും വീടും വിട്ട് ഒന്ന് സഞ്ചരിച്ചു നോക്കൂ, എന്തായിരിക്കും നിങ്ങളുടെ ധന്യത എന്ന്. സർവ്വവിധത്തിലുള്ള പാപങ്ങളും. ഞാൻ കേരളത്തിൽ വന്ന ആദ്യം സഞ്ചരിക്കുമ്പോൾ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയി, മലബാറിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു സ്ത്രീ വന്നു. ഒരു 50, 52, 53 വയസ്സായി കാണും. ഉടുത്ത ഒരു മുണ്ടുണ്ട്, മുകളിൽ വേറൊരു മുണ്ടിട്ടിട്ടുണ്ട്, ബ്ലൗസൊന്നുമില്ല. അങ്ങനെ പഴയ സമ്പ്രദായം നോക്കിയാൽ. ഞങ്ങളോട് കുറച്ച് സംസാരിച്ചു. എന്നിട്ട് അവർ പറയുകയാണ്, സ്വാമിജി, ഞാൻ 8 തവണ പ്രസവിച്ചു, 7 കുട്ടിയും മരിച്ചു, 8ാമത്തൊരു പെൺകുട്ടി ബാക്കി വന്നു. ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ശരീരം മുഴുവനും ഒരു പുണ്ണ, അതിൻ്റെ മാർക്കുണ്ടവർക്ക്. ഇങ്ങനെ പുണ്ണും വിഷമവുമായി ഞാൻ കഷ്ടിക്കുക. എൻ്റെ കുട്ടിയെ ഞാൻ എങ്ങനെ നോക്കും? ഒരു വിധത്തിലുള്ള സഹായവും ഒന്നുമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒന്നും പറയാതെ ആ കുട്ടിയുടെ കാര്യം ഒരാളുടെ അടുത്ത് ഏൽപ്പിച്ച് സഞ്ചരിക്കാനാ തുടങ്ങി. സഞ്ചരിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും എൻ്റെ ശരീരത്തിലുള്ള പുണ്ണ് മുഴുവനാ പോയി, മാർക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അന്ന് ഞാൻ തുടങ്ങിയതാണ് ഭഗവാന്റെ കൃഷ്ണൻ്റെ ഒക്കെ പേര് പറഞ്ഞ് ഇങ്ങനെ പാടുക. വലിയ പാട്ടുകാരിയൊന്നുമല്ല ഞാൻ, എന്നാലും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കുറച്ച് ഗാനരൂപത്തിൽ, കുറേ പദ്യരൂപത്തിലൊക്കെ ചൊല്ലും. ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ കുട്ടി അതിൻ്റെ പാട്ടിൽ വളരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചിന്തിക്കാൻ പോകുന്നില്ല. എനിക്കിപ്പോൾ ഒരു അപേക്ഷയോ അല്ലെങ്കിൽ ഒരു ആവശ്യമോ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സഞ്ചാരം എപ്പോഴും നടത്താൻ പറ്റില്ലല്ലോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഭഗവത് കീർത്തനങ്ങളും നാമങ്ങളും ചൊല്ലാൻ എനിക്ക് സാധിക്കണമെന്ന്. എന്ത് പറയണു നിങ്ങൾ? ഒരമ്മ കുട്ടിയെ ഉപേക്ഷിച്ച് പുറത്തേക്ക് കിടന്ന വർത്തമാനം ഭൂമാനന്ദ സ്വാമിജിയോട് പറഞ്ഞതാണ്. നമ്മുടെ ദേശസഞ്ചാരത്തിന് അത്ര വിശേഷമാണ്. മഹാഭാരതം ഒരാളും വായിക്കില്ല. 12 കൊല്ലക്കാലം പാണ്ഡവന്മാർ വനത്തിൽ കഴിച്ചു കൂട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ശ്രീരാമനും ഒരിക്കലും നമുക്ക് ആരാധ്യനാവില്ല. രാമായണത്തിലെ 80% വനവാസമാണ്. 14 കൊല്ലമാണ് കഴിച്ചു കൂട്ടിയത്. കൈകേയുടെ വാക്ക് കേട്ട് അച്ഛൻ്റെ വാക്ക് പരിപാലിക്കണം എന്നുള്ള ഒരൊറ്റ നിർബന്ധത്തിൽ, ആത്മനിർബന്ധത്തിൽ രാജധാനിയെ പുൽക്കൊടി പോലെ ത്യജിച്ചവനാണ് ശ്രീരാമൻ. ആ ത്യാഗം കൊണ്ട് ആ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവായി തീർന്നു. എന്നേക്കുമുള്ള ഒരു മാതൃകയായി, മോഡലായി നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നു. നിങ്ങളൊരൊറ്റ ആൾ വിചാരിക്കരുത് പണം കൊണ്ട് പ്രതാപമുണ്ടാകുമെന്ന്. പണമാണ് മനുഷ്യൻ്റെ മഹിമയുടെ അടയാളവും ലക്ഷണവും എന്ന് വിചാരിക്കരുത്. നമ്മുടെ സമ്പത്ത് മുഴുവനും ഉള്ളിലാണ്. ചിരിക്കാൻ പറ്റണം, സന്തോഷിക്കാൻ പറ്റണം, മനുഷ്യരോട് കാരുണ്യവർഷം നമ്മുടെ മനസ്സിൽ നിന്ന് ചൊരിയാൻ പറ്റണം. ഈ ലോകത്തിൽ എത്ര പേരെയാണ് ഓർമ്മ വയ്ക്കുന്നത് പണക്കാര ലോകം? ഒന്ന് പറഞ്ഞു തരൂ. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുത്തശ്ശൻ്റെ അച്ഛനെ പറ്റിയിട്ടുള്ള അറിവുണ്ടോ, സ്മരണയുണ്ടോ? അതേപോലെ ഒരമ്മയെപ്പറ്റി മുത്തശ്ശിയുടെ മുത്തശ്ശിയെ അറിയാമോ? എല്ലാവരും വിസ്മൃതരായി പോകേണ്ടവരാണ്. നമ്മുടെ കുട്ടികളുടെ കുട്ടികളോ വരെ ഒരു പക്ഷേ നമ്മെ ഓർമ്മിക്കുമായിരിക്കാം. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അതേസമയം ഒരു ശ്രീരാമൻ ഇവിടെ ചിരഞ്ജീവിയാണ്, ഒരു കൃഷ്ണൻ അതിലും വലിയ ചിരഞ്ജീവിയാണ്. എന്താ അവരുടെ പേര്? പറയുന്നതും പാടുന്നതുമെല്ലാം അവരുടെ യോഗ്യത പണമായിരുന്നുവോ, പ്രതാപമായിരുന്നുവോ, ബാഹ്യ നേട്ടങ്ങളാണോ, അതോ അത് വിട്ടൊരു മഹത്വം അവരിൽ കണ്ടതിൻ്റെ പേരിലാണോ നാം അവരെ ആരാധിച്ച് നമ്മുടെ മാതൃകയും മോഡലുമായി ഉയർത്തിപ്പിടിക്കുന്നത്? നിങ്ങളെല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണത്. അരുമ രുക്മിണിയെ വിളിച്ച് സംസാരിക്കുകയാണ് കൃഷ്ണൻ. നിഷ്കിഞ്ചന വയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാ. ഒരു കാശുമില്ലാതെ നിർധനനായി
ആ നിർധനതയിൽ സന്തോഷിക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള ആൾക്കാരെ നല്ലവരാരും സമീപിക്കില്ല. നിഷ്കിഞ്ചന ജനപ്രിയ. കയ്യിൽ കാശില്ലാത്തവരെ എന്നെ ഇഷ്ടപ്പെടുള്ളൂ. നിങ്ങൾ നോക്കൂ, ഈ ഭക്തി എന്ന് പറയുന്ന അനുഷ്ഠാനം പണക്കാരാണോ ഇവിടെ നടത്തുന്നത്, അതോ ഏഴപ്പെട്ടവരോ? എന്നോട് മറുപടി പറയും. സമ്പന്നരായിരിക്കുന്ന ഒരു 100 ആളെ വിളിച്ച് നമുക്കൊരു നാമസങ്കീർത്തനം നടത്താൻ, വരൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഞാനൊരു നാമസങ്കീർത്തനം നടത്താൻ പുറപ്പെട്ടാൽ ഈ പണക്കാരും ആഢ്യന്മാരും ഒക്കെ വരുന്ന നിങ്ങൾക്ക് തോന്നണത് അപൂർവം പേരേ വരുള്ളൂ, ബാക്കിയുള്ളവരാ വരിക. അതുകൊണ്ടാണ് കയ്യിൽ കാശില്ലാത്തവർ, പ്രത്യേകിച്ചും സന്യാസിമാർ, ഞാൻ മാത്രം ആശ്രയം, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ലോകത്തിലിങ്ങനെ നടക്കുന്നത്. എൻ്റെ രുക്മിണി, നീയോ രാജകുലത്തിൽ ജനിച്ചവൾ, ആഢ്യന്മാരുടെ വംശത്തിൽപ്പെട്ടവളാണ്. അങ്ങനെ ഒരാൾക്ക് ചേർന്നവനാണോ ഞാൻ? തസ്മാത് പ്രായേണ നഹ്യാഢ്യാ. ആഢ്യന്മാരാരും പ്രായേണ മാം ഭജന്തി സുമധ്യമേ. നിന്റെ അരക്കെട്ടൊക്കെ ഇങ്ങനെ ഇടുങ്ങി, കണ്ടാൽ എന്തൊരു സൗന്ദര്യ, ഇത്ര സൗന്ദര്യമുള്ള ഒരു രാജകുമാരി, നീ ഇന്ന് സൗന്ദര്യം മുഴുവനും നശിപ്പിച്ചു കളയാണ്. ഇങ്ങനെ ഒരു ഏഭ്യനെ കല്യാണം കഴിച്ചിട്ട് എന്നാ പറയുന്നത്. കേൾക്കൂ നിങ്ങൾ. മാം ഭജന്തി സുമധ്യമേ. ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ആ ആൾക്ക് ചില കൊള്ളരുതാത്തവനായാൽ പറ്റില്ല. ആ ആൾക്ക് ചില ലക്ഷണങ്ങളൊക്കെ വേണം. എന്താണത്? ഉദാസീനാവയം നൂനം ന്യസ്ത്ര്യപത്യാർത്ഥ കാമുകാഃ ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണാഃ ഗേഹയോർ ജ്യോതിരക്രിയാഃ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കണത് ഇഷ്ടമാണോ? പറയട്ടെ. ഉദാസീനാവയം നൂനം. എന്നെപ്പോലെയുള്ളവരെ ഉദാസീനന്മാരാ. അവർക്ക് എന്ത് കണ്ടാലും ഒരു ഭ്രമമില്ല, ഒരാശയില്ല. ഒരു യുവതി കല്യാണം കഴിക്കുമ്പോൾ എങ്ങനത്തെ യുവാവിനെ കല്യാണം കഴിക്കണം? ആ യുവതിയെ ആ ആൾ ഇഷ്ടപ്പെടണം. എന്തെങ്കിലും ചോദിച്ചാൽ അത് നടത്തി തരണം. കയ്യിൽ കാശും വിഭവങ്ങളും ഒക്കെ വേണം. അങ്ങനെയൊക്കെ ആണല്ലോ. ഞാൻ ഉദാസീനനാ. വിളിച്ചാൽ മിണ്ടില്ല, പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെ ഒരു ടൈപ്പാ. ഇൻഡിഫറൻ്റാണ്. ഉദാസീന വയം നൂനം. ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ എപ്പോഴും മധ്യവർത്തികളാണ്, ഉദാസീനന്മാരാ. ഭാര്യ വന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ഓടിച്ചാടി അങ്ങോട്ട് നിറവേറ്റുക എന്ന് പറഞ്ഞൊന്നും പുറപ്പെടില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ കാരണം? ന്യസ്ത്ര്യപത്യാർത്ഥ കാമുകാഃ. ഒന്ന് മനസ്സിലാക്കണപ്പാ ഈ സ്വാമി പറയണത്. നസ്ത്ര്യപത്യാർത്ഥ കാമുകാഃ. ഞങ്ങൾക്ക് സ്ത്രീയിൽ താല്പര്യമില്ല, സന്താനത്തിൽ താല്പര്യമില്ല, ധനത്തിലും താല്പര്യമില്ല. ഇതിനൊന്നും ആശിക്കാത്തവനാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഏഭ്യൻ. അങ്ങനെ ഒരു ഏഭ്യനെ പോയി ആരെങ്കിലും കല്യാണം കഴിക്കോ? ഒന്ന് ആലോചിച്ച് മറുപടി പറയൂ. ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണാഃ. എന്നാൽ ഇതൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പാപ്പരന്മാരാണോ? അല്ല അല്ല അല്ല. ഞങ്ങൾ പണക്കാരേക്കാൾ സമ്പന്നരാണ്. ലോകത്തിൽ ചക്രവർത്തിമാരും പ്രഭുക്കളും എത്ര പേരുണ്ടോ അവരെക്കാളുമൊക്കെ ഉന്നതമായ ഒരു നില കൈവരിച്ച് സാക്ഷാത്കരിച്ച് സന്തോഷിച്ച് ആറാടിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണാഃ. നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന വാക്കിന് നിദാനമായിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഉള്ളുണർവുണ്ടല്ലോ. ആ ചേതനാമയമായിരിക്കുന്ന ആ സാന്നിധ്യം, അത് മനസ്സിലാക്കി ഗ്രഹിച്ച് അതിനെ അതിനാൽ പുണരപ്പെട്ട് പൂർണ്ണന്മാരായിരിക്കുന്നവരാണ് ഞങ്ങൾ. ആ പൂർണ്ണതയുള്ളതിൻ്റെ പേരിൽ കൂടുതൽ ഒന്നിനും വേണ്ടി ഞങ്ങൾക്ക് പരിശ്രമിക്കേണ്ടതില്ല, പരിശ്രമിച്ചിട്ട് പ്രയോജനവുമില്ല. ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണാഃ ഗേഹയോർ ജ്യോതിരക്രിയാഃ. ഈ വീട്ടിൽ കൊളുത്തി വെച്ച വിളക്ക് അത് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രകാശിക്കുകയല്ലേ ഉള്ളൂ. അത് എന്തെങ്കിലും പ്രവൃത്തിയിൽ ഇടപെടോ? നമ്മുടെ പിന്നാലെ വരുമോ? അവിടെ ആൾക്കാർ വരികയാണെങ്കിൽ വരട്ടെ, പോകുകയാണെങ്കിൽ പോക്കട്ടെ, ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, മരണമാണെങ്കിൽ മരണം നടക്കട്ടെ, കല്യാണമാണെങ്കിൽ കല്യാണം നടക്കട്ടെ. ഈ എന്നും പ്രകാശിക്കുന്ന പ്രകാശത്തിന് വല്ല മാറ്റം ഉണ്ടാവുമോ? ഇന്ന് കല്യാണമാണ്, എന്നാൽ കുറച്ച് കൂടുതൽ പ്രകാശിച്ചു കളയാമെന്ന് പറഞ്ഞ് പുറപ്പെടുമോ? എന്താ വരും മിണ്ടാതെ? അതിനങ്ങനെ അനുകൂല പ്രതികൂല ഭാവങ്ങളൊന്നുമില്ല, ഇഷ്ടാനിഷ്ടങ്ങളുമില്ല. അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരാ. നീ ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി മാലയിട്ട് വരിച്ചുല്ലോപ്പാ.
നേരം വൈകിട്ടില്ല, ഇനിയെങ്കിലും തീരുമാനം മാറ്റി നീ വല്ലവരുടെ കഴുത്തിലും കൊണ്ടുപോയി മാലയിടുക എന്ന് പറയുക കൃഷ്ണൻ. ഇതിൻ്റെ ബാക്കി ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കൃഷ്ണൻ പറഞ്ഞതിനെ മുഴുവൻ നിരസിച്ചുകൊണ്ട് നമ്മുടെ രുക്മിണി ഓരോ കാര്യങ്ങളെയും ഓരോ കാരണങ്ങളെയും തർക്കിച്ച് നിരാകരിച്ച് മറുപടി പറഞ്ഞു. അപ്പോഴാണ് കൃഷ്ണൻ പറയണത്, അതേ ഞാനിങ്ങനെ ഒരു തമാശ പൊട്ടിച്ചതാ, ഞാനിങ്ങനെ പറയുമ്പോൾ നിൻ്റെ മനസ്സ് എങ്ങനെയാണ് ശുണ്ഠിയെടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക, പരിഭവങ്ങൾ ഉണ്ടാവുമോ, ഇതൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞതാ, അത് മറന്നു കളയുമോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതാണ് കൃഷ്ണനും രുക്മിണിയും തമ്മിൽ നടന്ന സംവാദം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് കൃഷ്ണൻ്റെ വ്യക്തിത്വം. അദ്ദേഹം അർജുനെ നോക്കി നൽകിയ ഉപദേശവും ഉദ്ധവനെ നോക്കി അന്തിമമായ ഉപദേശം നൽകിയതിലുമെല്ലാം ആ കൃഷ്ണൻ്റെ എല്ലാ വിധത്തിലുള്ള സമ്പൂർണത, ആ സമ്പൂർണത എങ്ങനെയാണ്? അത് ആന്തരവും മാനസവും ചേതനാമയവുമായ ഒരു സമ്പൂർണതയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ ഫുൾനെസ്, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ അബൻഡൻസ്, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ എക്സ്റ്റസി afforded by, generated by, provided by, showered by the emotional human mind and the rational intelligence of man. ഇത് നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. Our mind has got immense potential, immense potential, immense potential. Try to probe into that potential, explore it, delve into it, unearth it, manifest it, display it, be a proud owner of this inner ecstasy. ഇതാണ് നമുക്ക് ആവശ്യം. ഉദാസീനാവയം നൂനം നസ്ത്യപത്യാർത്ഥ കാമുകാഃ ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണാഃ ഗേഹയോർ ജ്യോതിരക്രിയാഃ. ഉദ്ധവന് ഉപദേശം കൊടുക്കുന്ന സമയത്ത് കൃഷ്ണൻ ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് എല്ലാവരും ഉരുവിട്ട് എഴുതിയിട്ട് പഠിക്കേണ്ടതാ. നിഷ്കിഞ്ചനാമയീ അനുരക്തചേതസഃ ശാന്താമഹാന്തോ അഖില ജീവവത്സലാഃ കാമൈരനാലബ്ധധിയോ ചുഷന്തി യത് തന്നൈരപേക്ഷ്യം ന വിദുഃസുഖം മമ. എത്ര വില കൊടുത്താലും മതിയാവില്ല ഈ പറഞ്ഞതിന്. അദ്ദേഹം പറയാണ്, നിഷ്കിഞ്ചന മയീ അനുരക്തചേതസഃ. ഈ നിഷ്കിഞ്ചനന്മാരായി, ഈ ശരീരം തന്നെ നമ്മുടെയല്ല, ശരീരം നിൽക്കുന്നത് കാറ്റിലാണ്, ജീവവായുവിലാണ്. ആ ജീവവായു പ്രദാനം ചെയ്യാൻ നമുക്ക് വേറെ ആരുമില്ല. അച്ഛനമ്മമാർ തന്നതല്ല, ഭരണകൂടം തന്നതല്ല, നമുക്ക് കിട്ടുന്ന വായു പ്രകൃതി തന്നെ നൽകിയിട്ടുള്ളതാണ്. ആ വായു അരനിമിഷം നിർത്തിയാൽ നമ്മുടെ പ്രാണൻ പോയി. അപ്പം ഈ വായുവിൽ ആശ്രയിച്ചിരിക്കുന്ന ദേഹം എങ്ങനെ നമ്മുടെയാവും? അപ്പം നമ്മുടെ അല്ലാത്ത ദേഹം കൊണ്ട് നിങ്ങൾ സമ്പാദിച്ചെടുക്കുന്നത് മുഴുവനും, നേടിയെടുക്കുന്നത് മുഴുവനും എങ്ങനെയാണ് നിങ്ങളുടെ ആവുക? അപ്പം സൂക്ഷ്മ പരിശോധനയിൽ ഈ ശരീരം വഴി നാം നേടിയെടുക്കുന്നതുമെല്ലാം തന്നെ നമ്മുടെ അല്ല എന്ന വസ്തുത അവിടെ അവശേഷിക്കേ, നിലനിൽക്കേ. എന്തിനെക്കുറിച്ചാണ് നാം ഇത് എൻ്റെയാണെന്ന് പറയുക? അങ്ങനെ മനസ്സിൽ നിഷ്കിഞ്ചനത്വം നേടിയെടുത്തവർ, നിഷ്കിഞ്ചന മയീ അനുരക്തചേതസഃ, അവർക്കാണ് എന്നിൽ അനുരാഗം തോന്നുക. ഈശ്വരനോട് സ്നേഹം, ഈശ്വരനിൽ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ തന്നെത്താനെ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ആശ എന്ന് പറയുന്ന ഭാണ്ഡം അഴിഞ്ഞങ്ങോട്ട് പോവും. മയീ അനുരക്തചേതസഃ. ഭഗവാനെ പൂജിക്കുന്നവരെ കാണാം, പക്ഷേ ഭഗവാനോട് അനുരാഗമുള്ളവരെ കാണില്ല. ഭഗവാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഒന്നും ആവശ്യപ്പെടുന്നില്ല. ആവശ്യപ്പെടുന്നത് സ്നേഹം മാത്രം, ഒരു സമർപ്പണ ബുദ്ധി മാത്രം. അത് ദ്രവ്യമല്ല, അത് ഊർജമല്ല, അതിന് പണം വേണ്ട, പ്രതാപം വേണ്ട. അതിന് നിങ്ങളുടെ മനസ്സിൻ്റെ വൈകാരികമായിരിക്കുന്ന ഒരു സ്ഫുരണമാണത്. ശാന്താമഹാന്തോ അഖില ജീവവത്സലാഃ. അവരുടെ മനസ്സ് ആശയില്ലാത്തതിനാൽ ശാന്തന്മാരാണ്. മഹാന്തഃ
മഹത്തായിരിക്കുന്ന ജീവിത ലക്ഷ്യം പുലർത്തുന്നവരാണ്. അഖില ജീവവത്സലാഹ, ഈ ലോകത്തിലുള്ള ജീവജാലങ്ങളോട് മുഴുവൻ അവർക്ക് സഹജമായ, പിതൃസഹജമായ, മാതൃസഹജമായ വാത്സല്യം അവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ ഉദ്ധവ, അങ്ങനെയുള്ള ആൾക്കാർ കാമൈരനാലബ്ധധിയോ ജുഷന്തിയത്, അവരുടെ ബുദ്ധിയെ ആവരണം ചെയ്ത് നിൽക്കാൻ ഒരു തരത്തിലുള്ള ആശകളുമില്ല അവർക്ക്. അങ്ങനെ ആശയില്ലാതെ, ആശയെന്ന് പറയുന്ന ആവരണമില്ലാതെ ബുദ്ധിയോട് കൂടിയവർ ജുഷന്തിയത്, അവരുടെ ബുദ്ധിയിലും മനസ്സിലും ഒരു സുഖം, ഒരു സന്തോഷം, ഒരു ആഹ്ലാദം അങ്ങനെ നിറഞ്ഞ് പൊന്തിക്കൊണ്ടിരിക്കുമത്രേ. തന്നൈരപേക്ഷ്യം ന വിദുസുഖം മമ, ആ സുഖത്തിനെയാണ് നൈരപേക്ഷ്യ സുഖം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന സുഖം മുഴുവനും അപേക്ഷയാണ്, എന്തിനെയോ ഒന്ന് അപേക്ഷിച്ചിരിക്കുന്നതാണ്. പണത്തിൽ, കുട്ടികളിൽ, ഉദ്യോഗത്തിൽ, സൗന്ദര്യത്തിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആശ്രയിച്ചിരിക്കുകയാണ്. ഇതങ്ങനെ ഒരു വിധത്തിലുള്ള ബാഹ്യാശ്രയവുമില്ലാതെ എല്ലാ ആശ്രയങ്ങളും പോയതിൻ്റെ പേരിൽ മനസ്സ് നിരപേക്ഷമായി ആ നൈരപേക്ഷ്യത്തിൽ നിന്ന് നിർഗളിക്കുന്ന നിലയ്ക്കാത്ത ഒരു സുഖമുണ്ട്. ആ സുഖം ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും ഉദ്ധവ? ഉദ്ധവനെങ്കിലും അത് മനസ്സിലാക്കൂ. എല്ലാ വിധത്തിലുള്ള ആശയം അസ്തമിക്കട്ടെ, ആവശ്യത്തിൻ്റെ മുകളിൽ മാത്രം പ്രവർത്തിക്കാൻ പഠിക്കൂ. അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ സർവാഃ സുഖമയാദിശഃ. അകിഞ്ചനസ്യ, അകിഞ്ചനായി, നിഷ്കിഞ്ചനായി, ശാന്തസ്യ, മനസ്സ് ശാന്തമായി, അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ, ഇന്ദ്രിയങ്ങളിൽ നല്ല കൺട്രോളുണ്ട്, നിയന്ത്രണമുണ്ട്. എല്ലാം ഒരുപോലെ ഈശ്വരനാണെങ്കിൽ ഈശ്വരം വ്യാപ്തം, ആത്മാവാണെങ്കിൽ എല്ലാം ആത്മാവിൽ എന്നുള്ള ഒരു സമദർശനമുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ, ഈശ്വരൻ എന്ന സങ്കല്പം, ഭാവന, അതുകൊണ്ട് മാത്രം മനസ്സ് സന്തുഷ്ടമായിരിക്കുന്നവൻ, ആ ആൾക്ക് സർവാഃ സുഖമയാദിശഃ, സർവാഃ സുഖമയാദിശഃ, എല്ലാ ദിക്കുകളും സുഖസമ്പൂർണമാണത്രേ. മനസ്സ് സമ്പൂർണമായതിൻ്റെ പേരിൽ എല്ലാ ദിക്കും സുഖമാവേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സ് സമ്പൂർണമായാൽ സർവത്ര സമ്പൂർണമായി. അങ്ങനെയുള്ള ഒരാളെ നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നൂനം പൂയേയേത്യഘ്രിരേണുഭിः. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മറക്കുമോ അതോ അയവർക്കോ? നിരപേക്ഷം മുനിം ശാന്തം, മനസ്സിൽ ഒരുവിധ അപേക്ഷയുമില്ലാതെ ഈശ്വരനെക്കുറിച്ച് മാത്രം ചിന്തിച്ചതിനാൽ ഉൾമികവ് ധാരാളം കൈവരിച്ചിട്ടുള്ള ആള്. നിർവൈരം സമദർശനം, ഒറ്റ ആളോട് വൈരമോ ശത്രുതയോ ഇല്ല. എല്ലാ ദിക്കിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നു, സുഖസമ്പൂർണമാണ്. ഈശ്വരൻ സർവത്രയുണ്ട് എന്നുള്ള ദർശനത്തോടു കൂടിയിരിക്കുന്ന ആളെ അനുവ്രജാമ്യഹം നൂനം. കേൾക്കുമോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അനുവ്രജാമ്യഹം നൂനം, ആ ആളെ തെരഞ്ഞു പിടിച്ച് ഞാൻ പിന്നാലെ പോണു. എന്തിനു വേണ്ടി? പൂയേയേത്യഘ്രിരേണുഭിः, അദ്ദേഹത്തിൻ്റെ കാലിലെ ആ കാൽപ്പൊടിയുണ്ടല്ലോ, എൻ്റെ മേല് തട്ടി എനിക്ക് ശുദ്ധി വരട്ടെ, പവിത്രത വരട്ടെ എന്ന് വിചാരിച്ച് ആ ആളുടെ പിന്നാലെ ഞാൻ പോണു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. ശ്രീമദ് ഭാഗവതം പറയുന്നതാണിത്. കേൾക്കിനപ്പാ, ഒക്കെ ഭാഗവത പ്രിയന്മാരാ. ഒരൊറ്റ ആളുടെ കണ്ണിൽ ഈ ശ്ലോകം പെടില്ല. ആ ഭക്തിയുടെ പരമകാഷ്ഠയിൽ അങ്ങോട്ട് കൊണ്ടെത്തിക്കുകയാണ് ശ്രീകൃഷ്ണൻ. ഭക്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരൻ്റെ പിന്നാലെ നടക്കില്ല, ഈശ്വരനെ പിന്നാലെ വരുത്താൻ ഇതേ ഭക്തി മതിയെന്ന്. സ്റ്റോപ്പ് റണ്ണിങ് ആഫ്റ്റർ ഗോഡ് ആൻഡ് മേക്ക് എ റെസൊല്യൂഷൻ ഇൻ യുവർ മൈൻഡ്
by virtue of my devotion, my making it wholesome, consistent, ceaseless and wholesome, I will make God follow me wherever I go. ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും ഈശ്വരനെ സ്മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഈശ്വരനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുക എന്നർത്ഥമാണ്. മറക്കുന്നവനെ സ്മരിക്കേണ്ടതുള്ളൂ. എൻ്റെ ഭഗവാനെ അങ്ങയെ സ്മരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നെ സ്മരിപ്പിക്കരുതേ എന്ന് പറഞ്ഞാൽ മറക്കണ ചോദ്യമില്ല എന്ന്. ഒന്ന് ബുദ്ധിയോടുകൂടി ആലോചിച്ച് പറയും കൂട്ടരെ, നിങ്ങൾ സ്മരിക്കുന്നവരാവണോ അതോ സ്മരണ ആവശ്യമില്ലാത്തവരാവണോ? ഒന്ന് പറയണപ്പ. വരില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന്. ഇത്രയ്ക്ക് മഹാഭാവ. അവിടെയാണ് നമ്മുടെ ബുദ്ധി കിടന്ന് കളിക്കുന്നത്. മറക്കാതെ ഒരാൾക്ക് ഓർമ്മ വയ്ക്കാൻ പറ്റില്ല. ചിലരൊക്കെ പറയും ചാവുമ്പോൾ ഭഗവാനെ സ്മരിച്ച് പോകണമെന്ന്. ചാവുകളോ? പറയരുത്. നമുക്ക് സ്മരണ ഇപ്പോഴാണ് ആവശ്യം. അങ്ങനെ സ്മരിച്ച് ഈശ്വരനല്ലാതെ ഒന്നുമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ആ ഈശ്വരനിൽ ഞാനും പെടും, എൻ്റെ നാലുപാടുമുള്ളതും പെടും. അങ്ങനെ സർവ്വതും വിഷ്ണുമയം ജഗതായാൽ പിന്നെ സ്മരണയുണ്ടോ? എന്താ മിണ്ടാതെ? ഒന്ന് ഉറക്കെ പറയും. പറഞ്ഞു നിങ്ങള്. എട്ടാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. യദാനാഹം തദാ മോക്ഷോ യദാഹം ബന്ധനം തദാ മത്വേദി ഹേലയാ കിഞ്ചിത് മാ ഗൃഹാണ വിമുഞ്ചമാ. യദാനാഹം തദാ മോക്ഷോ യദാനാഹം തദാ മോക്ഷോ യദാഹം ബന്ധനം തദാ യദാഹം ബന്ധനം തദാ മത്വേദി ഹേലയാ കിഞ്ചിത് മത്വേതി ഹേലയാ കിഞ്ചിത് മാ ഗൃഹാണ വിമുഞ്ചമാ. മാ ഗൃഹാണ വിമുഞ്ചമാ. നമ്മൾ അധ്യാത്മം എന്ന് പറയുന്നത് ത്യാഗനിർഭരമായ ഒരു ജീവിതമാണെന്ന് പറയാറുണ്ട്. അത് ശരിയാണ്, ഒരളവ് വരെ 50% അത് ശരിയാ. പക്ഷെ അവിടെ നിർത്തരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താണ് ഈ ത്യാഗം? ത്യാഗം എന്നുള്ള വാക്ക് നിലനിൽക്കണമെങ്കിൽ ഗ്രഹണത്തോടു കൂടി തട്ടിച്ചാലേ ത്യാഗമുള്ളൂ. എന്തെങ്കിലും ഒന്ന് പിടിക്കുക എന്ന് പറയുമ്പോഴാണ് വിടുക എന്നുള്ളൊരു ചോദ്യം. ഉള്ളതെന്ന് പറയുമ്പോഴാണ് പുറം, ഇല്ല എന്ന് പറയുമ്പോഴാണ് ഉവ്വ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? റിയലി മൈ ഡിയർ സോൾസ്, ആർ യു വിത്ത് മീ? ഐ സംടൈംസ് വണ്ടർ ഐ ഷുഡ് സ്റ്റോപ്പ് ദിസ് ഡിസ്കോഴ്സ്. ഇത് കേൾക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? എൻ്റെ ശരീരം ജീവിച്ചിരുന്ന അടുത്ത കൊല്ലം നടത്തണോ അതോ ഇത് അവസാനിപ്പിച്ച് കളയാം? ഞാൻ 8ാമത്തെ അധ്യായത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 24 അധ്യായമുണ്ട്. ഒരു ദിവസം കൊണ്ട് 3 അധ്യായം വേണമെങ്കിൽ എടുക്കാം ഞാൻ, ഒരു കുഴപ്പമില്ല. യദാനാഹം തദാ മോക്ഷോ യദാഹം ബന്ധനം തദാ മത്വേദി ഹേലയാ കിഞ്ചിത് മാ ഗൃഹാണ വിമുഞ്ചമാ. എപ്പോഴാണോ ഞാൻ എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മോക്ഷം വേണം എന്നൊരു തോന്നല്. ഞാനുണ്ടോ വാസ്തവത്തിൽ? എന്താണ് ഈ ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഉള്ളിലുള്ള കാറ്റിനെ ഞാൻ എന്ന് പറയുമോ? ഞാൻ മനസ്സിലാവില്ലേ നിങ്ങൾക്ക് പറയണത്? നമ്മളുടെ എല്ലാവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കാറ്റാണ്. ആ നിറഞ്ഞിരിക്കുന്ന കാറ്റിനെ ഞാനെന്നോ നീയെന്നോ അവനെന്നോ പരാമർശിക്കാൻ പറ്റുമോ? അതുപോലെ കാറ്റിനേക്കാൾ വ്യാപകമായി നിൽക്കുന്നതാണ് ആത്മസത്ത, ഈശ്വരസത്ത. അതിനെ ഞാനെന്നോ നീയെന്നോ അവനെന്നോ പരാമർശിച്ച് വിഭജിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഞാൻ എന്താ അർത്ഥം? അതിനൊരു സൂചനാർത്ഥം മാത്രമേ ഉള്ളൂ. 3 വ്യക്തികളുണ്ടെങ്കിൽ അവരെ വേർതിരിച്ച് പറയാൻ ഒന്ന് ഞാനാണ്. എന്നോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവൻ നീയായി. നമ്മൾ 2 ആളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് അവനായി. ഇത് 3 പോയിൻ്റാണപ്പാ. ഇതിലൊരു ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു കൃത്യമായിട്ടൊരു സാധനം ഇവിടെ ഇരുമ്പൊലയ്ക്ക പോലെ ഇല്ല.
അപ്പം യഥാനാഹം തഥാ മോക്ഷോ. ഈ തെറ്റായിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന തന്നെ വേറെടുത്ത് നിർത്തുന്ന അഹംബോധമുണ്ടല്ലോ, ആ അഹംബോധം ഇല്ലാതെ ആയാൽ പിന്നെ മോക്ഷം വേണ്ട. അതന്നെയാണ് മോക്ഷം. യഥാഹം ബന്ധനം തഥാ. അഹം എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബന്ധനമായി. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി. ആ വ്യത്യസ്തതയുടെ പേരിൽ എനിക്ക് ചിലരെ കാണും, ചിലരെ പിടിക്കും, ചിലരെ പിടിക്കില്ല. ഇഷ്ടാനിഷ്ടങ്ങളായി, ലാഭനഷ്ടങ്ങളായി, ശത്രുമിത്രങ്ങളായി പലതും അങ്ങോട്ട് നെയ്ത് അങ്ങോട്ട് തീർക്കുകയാണ്. അപ്പം ഈ ഞാൻ എന്ന് പറയുന്ന തെറ്റായ ബോധത്തിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്. നമ്മുടെ ഹരിനാമ കീർത്തനത്തിലൊരു ശ്ലോകമുണ്ട്, നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവോ? ഞാനെന്ന ഭാവം അതു തോന്നായിക വേണമിഹ. ഇനി തോന്നുകയാണെങ്കിലോ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ എന്നൊന്നുണ്ട് അവിടെ. ഒന്നിലോ ഞാൻ എന്നുള്ളത് തോന്നരുത്. ഇനി തോന്നുകയാണെങ്കിലോ എന്തിനെയാണ് ഞാൻ എന്ന് പറയണത്? നമ്മുടെ ഉള്ളിലുള്ള കാറ്റും എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന കാറ്റും ഒരുപോലെയാണ്. അതിനേക്കാൾ സത്യമാണ് ആകാശം, അതിനേക്കാൾ സൂക്ഷ്മമാണ് ആത്മസത്ത. ആത്മസത്തയാണ് ഞാൻ എന്ന് പറയണതെങ്കിൽ ആ ആത്മസത്ത എല്ലാവരിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നതാണ്. ഒന്നുകിൽ ഞാൻ എന്ന് പറയരുത്, പറയുകയാണെങ്കിൽ അതിൻ്റെ സർവവ്യാപകത്വത്തെ ഉൾക്കൊണ്ടുവേണം പറയാൻ. മത്വേദി ഹേലയാ കിഞ്ചിത്. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞ് ഹേലയാ കിഞ്ചിത് മാ ഗൃഹാണ് വിമുഞ്ചമാ. ഇത് നല്ല പോലെ മനസ്സിലാക്കി എന്തിനെങ്കിലും ഒന്ന് ഗ്രഹിക്കണമെന്നോ ഗ്രഹിക്കുന്നതിൻ്റെ പേരിൽ വിടണമെന്നോ രണ്ട് തോന്നലും നിങ്ങൾക്ക് വേണ്ട. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അത് സർവവ്യാപകമായിരിക്കുന്ന സത്താവിശേഷമാണ്. അത് സർവവ്യാപകമായതിനാൽ അത് വിട്ടൊന്നില്ല. അത് വിട്ടൊന്നില്ലാത്തത് കൊണ്ട് എനിക്ക് ഒന്നിനെ ഗ്രഹിക്കാനും പറ്റില്ല, വിടാനും പറ്റില്ല. ഞാൻ ഈശ്വരനോടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഭഗവാനെ, അങ്ങ് സർവകുശലനാണല്ലോ, ഞാൻ അങ്ങയോടൊരു കാര്യം പറയണു. രണ്ട് കാര്യം. എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുമെങ്കിൽ കിടക്കൂ ഈ നിമിഷം. എന്നെ എടുത്ത് അങ്ങ് ഇല്ലാത്തടത്ത് നിക്ഷേപിക്കാൻ പറ്റുമെങ്കിൽ നിക്ഷേപിക്കൂന്ന്. മൈ ഡിയർ ഗോഡ്, if you can exit from my heart, if you can take me away, banish me from your territory. ഈ രണ്ട് ചോദ്യത്തിനും ഇന്നേ വരെ ഈ ഭഗവാൻ മറുപടി പറഞ്ഞിട്ടില്ല, പറയൂല. Can he abandon me from his territory? He cannot. Can he exit from my heart? എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും അങ്ങക്ക്? വലിയ വീരനും സമർത്ഥനുമാണല്ലോ, സാധിക്കുമെങ്കിൽ പുറത്ത് കിടക്കൂ. അതുമാതിരി എന്നെ എടുത്ത് അങ്ങ് ഇല്ലാത്തൊരിടത്തിൽ കൊണ്ടുപോയി വയ്ക്കണം, പട്ടിണി കിടത്തണം, സാധിക്കുമെങ്കിൽ ചെയ്യൂന്ന്. കൊല്ലങ്ങളായി ഞാൻ പറയണു, മിണ്ടിയിട്ടില്ല. എൻ്റെ കൂട്ടരെ, ഇതാണ് ഭാരതീയത. നിങ്ങൾക്കെല്ലാവർക്കും ഇത് പറയാൻ സാധിക്കണം, സാധിക്കും. അതാണ് ഇവിടെ എഴുതിയത്. എന്തുകൊണ്ട് പറയില്ല? ഈശ്വരൻ സർവവ്യാപിയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. ആ സർവവ്യാപിയായ ഈശ്വരന് നമ്മുടെ ഹൃദയത്തെ വിട്ടുപോവാൻ പറ്റുമോ? പറ്റുമോ? പിന്നെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? സന്തോഷമായിട്ട് പറയുന്നപ്പാ, സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട്. ഇത് ജ്ഞാനമാണ്, അറിവാണത്, ഉണർവാണ്, അനുഭവമാണ്. മത്വേദി ഹേലയാ കിഞ്ചിത്. കളിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട്, ആ ആഹ്ലാദ വെള്ളപ്പൊക്കത്തിൽ അങ്ങനെ മുങ്ങി വിഹരിച്ചുകൊണ്ട് മാ ഗൃഹാണ് വിമുഞ്ചമാ. ഒന്നിനെയും കിടന്ന് പിടിക്കാനും പോണ്ട, ഒന്നിനെയും വിടാനും പോണ്ട. ആ ദ്വന്ദ്വങ്ങളെ മുഴുവനും തരണം ചെയ്ത് വലിച്ചെറിഞ്ഞ് നിർദ്വന്ദ്വമായിരിക്കുന്ന ആ ഏകപ്രകാശത്തിന് പുണർന്ന് ജീവിക്കൂ എൻ്റെ അപ്പാ. അത് നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ശുദ്ധ സരളമായ മനസ്സ് മതി, കുറച്ചൊന്ന് സൂക്ഷ്മമായ ബുദ്ധിയും മതി. അങ്ങനെ മനസ്സിൻ്റെ പവിത്രതയാലും ലാളിത്യത്താലും
ബുദ്ധിയുടെ നേരെ വാ നേരെ പോ എന്നുള്ള ചിന്താ സ്വഭാവം കൊണ്ടും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണിത്. അഷ്ടാവക്ര മഹർഷിയുടെയും ജനകൻ്റെയും ഉള്ളിൽ ഒരു പുൽക്കൊടി പോലുമില്ല, ഒരു പുഷ്പമില്ല, മണിയില്ല, ശംഖില്ല, പഞ്ചപാത്രങ്ങളില്ല, അവിടെ ധൂപമില്ല, ദീപമില്ല, ആരാധനയില്ല, ഒന്നുമില്ല. അഷ്ടാവക്രൻ പറയുന്നു, ചെവി കൂർപ്പിച്ച ജനകരാജാവ് കേൾക്കുന്നു. ആ കേൾക്കുന്ന സമയത്ത് ആ വാക്കുകൾ കർണപുടത്തിലൂടെ ഉള്ളിലേക്ക് ചെന്ന് അങ്ങനെ പാൽത്തുള്ളി പച്ചവെള്ളത്തിൽ വീഴുന്നത് പോലെ വീണ് 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 അവിടെ വെള്ളമില്ലാതെയായി പാല് മാത്രമായി തീരുന്ന ഒരു വിശേഷപ്പെട്ട പരിണത ഫലമാണിത്. തത്വശ്രവണത്തിനുള്ള ശക്തി വേറെ ഒന്നിനുമില്ല. അതിന് പ്രദാനം ചെയ്യാൻ കഴിയാവുന്നതായ ആനന്ദ സാന്ദ്രത വേറെ ഒന്നിനും ഉണ്ടാവില്ല. അതാണതിൻ്റെ വിശേഷം. യദാനാഹം തദാ മോക്ഷോ യദാഹം ബന്ധനം തദാ മത്വേദി ഹേലയാ കിഞ്ചിത് മാ ഗൃഹാണ് വിമുഞ്ചമാ. വാച്ചിൻ്റെ സൂചി ഇങ്ങനെ നീങ്ങിപ്പോവാ, ഞാൻ എന്താ ചെയ്യുക? ശരി സ്വാമിജി, മൂന്നാമത്തെ ശ്ലോകം ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ശ്ലോകം ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകം ചെയ്തിട്ടില്ല തോന്നുന്നു. തദാ ബന്ധോ യഥാ ചിത്തം സക്തം കാസ്വപി ദൃഷ്ടിഷു. അത് ഇനി സമയമില്ല, പോയി. അടുത്ത കൊല്ലം വന്ന് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷെ എനിക്കൊരു സംശയം തോന്നുന്നു, നിങ്ങളെ കാണുമ്പോൾ നമ്മുടെ സദസ്സിനത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഇനിയും ഇതേ വിഷയം ആവർത്തിച്ച് പറയാൻ കേൾക്കാൻ ഇഷ്ടമുണ്ടാവുമോ എന്ന്? ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു മറുപടി കിട്ടുക? എല്ലാവരും കൂടി ഒന്നും പറയണില്ല. ഇനി എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നവർ കൈയൊന്ന് പൊന്തിക്കുക. ശരി, കുറച്ച് സമാധാനമായി. അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും വളരെയധികം അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു. ഇങ്ങനെ ഒരു സദസ്സ് വിളിച്ചു കൂട്ടുന്നത് എളുപ്പമല്ല. വിളിച്ചു കൂട്ടിയാൽ തന്നെ അതിലെ ആൾക്കാർ യഥേഷ്ടം വന്നു ചേരുക അതും അപൂർവമാണ്. ആ വന്ന ആൾക്കാർ അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ തത്വപ്രവചനത്തിൻ്റെ ധാരയിൽപ്പെട്ട് അതിൻ്റെ ആ സാന്ദ്രതയിൽ അവരങ്ങോട്ട് മുങ്ങിപ്പോണത് അതും എളുപ്പമുള്ള കാര്യമല്ല. ശ്രീരാമനോട് വസിഷ്ഠ മഹർഷി 18 ദിവസം സംസാരിച്ച് ഏതാണ്ട് പകുതിയായപ്പോൾ രാമൻ കണ്ണടച്ച് അന്തർലീനനായി. വസിഷ്ഠ മഹർഷിക്ക് സംസാരം നിർത്തേണ്ടി വന്നു. എന്നിട്ട് കണ്ണു തുറന്നപ്പോഴാണ്, അത് രാമൻ മാത്രമല്ല വേറെ ചിലരും അങ്ങനെ അതുപോലെ ചെയ്യുണ്ടായി. അതുപോലെ ഈ സദസ്സ് വേണ്ടതുപോലെ ഇങ്ങനെ നിങ്ങൾ കേട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതുപോലെയുള്ള ഒരു നില കൈവരും. അത്ര വിശേഷപ്പെട്ട ഒരു തത്വപ്രവചനമാണ് നാം ഇവിടെ പരിശ്രമിക്കുന്നത്. ഇതിൽ ഭാഗഭാക്കുകളായ നിങ്ങളെല്ലാവരും എത്രയോ എത്രയോ ധന്യന്മാരാണ്, അനുഗ്രഹീതരാണ്. ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നല്ല നല്ല കുട്ടികളുടെ കുട്ടികൾ ആ പരമ്പര ഒട്ടാകെ അനുഗ്രഹീതരാകട്ടെ. എല്ലാവർക്കും ആദ്യം വേണ്ടത് കുടുംബസ്നേഹമാണ്. കുടുംബസ്നേഹത്തിനോടൊപ്പം സമാജസ്നേഹം വേണം. സമാജമില്ലാതെ കുടുംബമുണ്ടാവില്ല, കുടുംബങ്ങളില്ലെങ്കിൽ സമാജവും ഉണ്ടാവില്ല. പിന്നെ ഒന്നും ഉണ്ടാവേണ്ടത് ഈശ്വര വിശ്വാസവും ഭക്തിയുമാണ്. ഇത്രയും ആയാൽ നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാജ്യത്തിന് വേണ്ട ഒരു സംഭാവന എന്നുള്ള നിലയ്ക്ക് അവനവൻ്റെ കയ്യും കാലും മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് വേണ്ടത്ര ഉത്പാദന ശേഷി, ആ GDP വർദ്ധിപ്പിക്കാനുള്ള ഒരു സംഭാവന നമ്മുടെ കുട്ടികൾ മൂലം വേണം. ഇത്രയും ആയാൽ എനിക്ക് തോന്നുന്നു ഒരു രാജ്യം സമ്പന്നമാവും, ആ രാജ്യത്തിലുള്ള പ്രജകൾ സന്തുഷ്ടരുമാകും. സമ്പദ്സമൃദ്ധിയോടൊപ്പം ഉൾസമൃദ്ധിയും അവർക്ക് കിട്ടും. അതിനെല്ലാമുള്ള ഒരു അനുഗ്രഹമാകട്ടെ നമ്മുടെ ഈ മാതിരിയുള്ള പങ്കാളിത്തവും കൂട്ടായ്മയുമെല്ലാം. ഇത് ഇനിയും കേൾക്കാനുള്ള സന്ദർഭം നിങ്ങൾക്കുണ്ടാവണം. ഞാനല്ലെങ്കിൽ വേറൊരാൾ വന്ന് നിങ്ങളോട് പറയണം, നിങ്ങളത് കേൾക്കണം, പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഈ ആത്മതത്വ സമീക്ഷാ കമ്മിറ്റി ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിച്ചതിൽ അവരെ എല്ലാവരെയും നിങ്ങൾ വേണ്ടത്ര അഭിനന്ദിച്ച് അവരുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണം. ഇതൊക്കെ ചെന്നാലേ നന്നാവുള്ളൂ. തൃശ്ശൂരിൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ പലയിടത്തും പോയി സംസാരിക്കുന്നുണ്ടെങ്കിലും തൃശ്ശൂരിലുള്ള ഒരു സദസ്സ് വിശേഷപ്പെട്ട സദസ്സാണ്. അത് എന്നും പറയാൻ ഒരു സന്ദർഭം നമുക്കുണ്ടാകട്ടെ. വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞ് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരണം.
പക്ഷേ നമ്മുടെ ഈ പ്രയത്നം സഫലമാകണമെങ്കിൽ ഇവിടെ ചെറുപ്പം ആൾക്കാർ വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നും ഒരു യുവ മൂവ്മെൻറ്റ് തന്നെ നമ്മൾ സംഘടിപ്പിക്കണമോ എന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അതിന് പ്രാപ്തിയും താല്പര്യവുമുള്ളവർ വരികയാണെങ്കിൽ ഞാനും അവരുടെ കൂടെ കൂടിച്ചേർന്ന് നമുക്കൊരു പുതിയ ഒരു യുവ വിഭാഗം വെച്ചാൽ വലിയൊരു മൂവ്മെൻ്റാക്കി തീർക്കണം. അങ്ങനെ പരിശ്രമിച്ചാൽ നന്നായിരിക്കും. പലതും ഇവിടെ വന്നു പോകുന്നുണ്ടല്ലോ, നമുക്കിങ്ങനെയും ഒന്ന് ആലോചിക്കാം. ആ യുവാക്കന്മാരെ വിളിച്ച് അവരോട് തന്നെ എന്താ ഐഡിയ, നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രചരണം നടത്തുക എന്ന് ചോദിക്കുക. അപ്പോൾ അവർക്ക് പല നല്ല ഐഡിയാസ്, നിർദ്ദേശങ്ങളും ആശയങ്ങളുമൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പുറപ്പെടണം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ സമോദിതശ്രീ. ഹരിഹി ഹരിഹി. എല്ലാവരും അവരവരിയ്ക്കുന്നതോ നിൽക്കുന്നതോ ആയ സ്ഥാനത്ത് നിന്ന് എൻ്റെ കൂടെ ഭംഗിയായിട്ട് ഓങ്കാരം ജപിക്കണം. ഇത്തവണ ജപിക്കണമെങ്കിലും എനിക്ക് കേൾക്കാൻ പറ്റണം. അതേമാതിരി എല്ലാവരും ജപിക്കൂ. ലോകം മുഴുവനും നന്നാവട്ടെ. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.